എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ധ്യാന കേന്ദ്രത്തിൽ ധ്യാനഗുരു ഒരു നീണ്ട യാത്ര പോകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ധ്യാനഗുരു സാധകനോട് ചോദിക്കും, പ്രിയനെ, നമുക്കൊരു യാത്ര പോയാലോ, നീ കൂടെ വരുന്നോ എന്ന് ചോദിക്കും. അപ്പം ഗുരുവിനോടൊപ്പമുള്ള യാത്ര തന്നിലേക്ക് തന്നെയുള്ള യാത്രയാണ് എന്ന് ഉറപ്പുള്ള സാധകൻ പറഞ്ഞു, തീർച്ചയായും വരാം ഗുരു എന്ന് പറഞ്ഞു. ഗുരു ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം കൂടി പറയുകയാണ്. പ്രിയനെ, മടക്കയാത്ര എന്നാണ് എന്ന് അറിയാത്തൊരു യാത്രയാണ്. നിനക്ക് വരാൻ സമ്മതമാണോ? ഈ ഒരു ഉത്തരം കേട്ടപ്പോൾ സാധകൻ ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എന്നാണ് യാത്ര പോകുന്നതെന്നൊന്ന് പറയാമോ? ഗുരു വീണ്ടും പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അതെന്താ പ്രിയനെ, മടക്കയാത്ര എന്നാണെന്ന് അറിയാത്തതുകൊണ്ടാണോ നീ പോകുന്ന തീയതി ചോദിക്കുന്നത്? അപ്പോൾ സാധകൻ പറഞ്ഞു, ഇതുവരെ മടക്കയാത്ര അറിയാവുന്ന യാത്രയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. തിരിച്ചുള്ളത് എന്നാണ് എന്നറിയാത്തൊരു യാത്രാനുഭവം ആദ്യമായിട്ടാണ്, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയും. ധ്യാനഗുരു അവനോട് സ്നേഹത്തോടെ പറഞ്ഞു, അനുഭവം എന്നത് ചെയ്തു നോക്കുമ്പോഴല്ലേ ആദ്യമായിട്ട് അനുഭവിക്കുന്നത്. ഈ ഒരു ധ്യാനകഥയുടെ അനുഭവം എന്ന് പറയുന്നത് അനുഭവിച്ചതെല്ലാം അനുഭവമാകണമെന്നില്ല എന്നുള്ളതാണ്. ഔദൂജി രചിച്ച ഈ ഒരു ധ്യാനകഥ സാധകരെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. ഗുരുവും സാധകനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഈ ധ്യാനകഥ എന്ന് പറയുന്നത്. നമ്മളെ ഗുരുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതും ഗുരുവിൻ്റെ വാക്കുകൾക്ക് എത്രത്തോളം ആഴമേറിയ അർത്ഥമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഔദൂജി ഈ ഒരു ധ്യാനകഥ സാധകർക്കായിട്ട് രചിച്ചിട്ടുള്ളത്. ഈ ഒരു ധ്യാനകഥയെ നമുക്ക് വീണ്ടും ആഴത്തിൽ മനനം ചെയ്തുകൊണ്ട് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ കുന്നുംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു സ്ഥലം എന്തുകൊണ്ടും പുണ്യമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുവിനാൽ നിർമ്മിക്കപ്പെട്ട, പ്രതിഷ്ഠിക്കപ്പെട്ട കുന്നുംപാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ആശ്രമത്തിലെ, ഈ ഒരു ക്ഷേത്രത്തിലെ മഠാധിപതിയായിട്ടുള്ള ബോധതീർത്ഥ സ്വാമികളാണ് ഇന്ന് നമ്മളോടൊപ്പം സത്സംഗത്തിനായിട്ട് ഉള്ളത്. നമുക്ക് അദ്ദേഹത്തെ ലഭിച്ചത് ഒരു പുണ്യമായിട്ട് തന്നെ കരുതിയാണ് അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടെ ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. സ്വാമിജി, അങ്ങയുടെ ബാല്യകാലത്തെക്കുറിച്ചും എങ്ങനെയാണ് ഒരു ആധ്യാത്മിക മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം, അതൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. ബാല്യകാലം എന്ന് പറയുന്നത് കോട്ടയം സ്ഥലത്തിലെ ഇടമറ്റം എന്ന സ്ഥലത്താണ്. അതിനു മുൻപ് തന്നെ ഞങ്ങൾ ഇടുക്കിയിലേക്ക് പോയിരുന്നു. ഇടുക്കിയിലോട്ട് കുടിയേറിയിരുന്നു. അച്ഛനും അമ്മയും പോയപ്പോൾ ഞാൻ അമ്മയുടെ അച്ഛൻ്റെ വീട്ടിൽ മാറി മാറി നോക്കിപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിനുശേഷം പിന്നെ ഇടുക്കിയിലേക്കും അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് തന്നെ ചെന്നു. അപ്പോൾ അന്നത്തെ ഇടുക്കി എന്ന് പറയുന്ന ആ പ്രദേശം എന്ന് പറയുന്നത് യാതൊരു വണ്ടി സൗകര്യവും ഒന്നും ഇല്ലാത്ത സ്ഥലം. ഏതാണ്ട് അയ്യപ്പൻകോവിൽ നിന്ന് 32ഓളം കിലോമീറ്റർ നടന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുഞ്ഞായിരുന്ന അവസരത്തിൽ ആദ്യമേ ഇടുക്കിയിലേക്ക് വന്നത് അച്ഛൻ എന്നെ എടുത്തു, എൻ്റെ ഇളയ സഹോദരിയെ അമ്മയെ എടുത്തു. രണ്ടുപേരുടെയും തലയിൽ പുറത്തും സാധനങ്ങളെല്ലാം വെച്ച് കെട്ടി, എല്ലാ സാധനവും അവിടെ നിന്ന് വേണം കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളത്, കാട്ടിക്കൂടെയാണ് പോരുന്നത്. പുല്ലുമേട്ടിക്കൂടെ വരുമ്പോഴത്തേക്കും ആന എവിടെയോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അച്ഛൻ ഞങ്ങളെ പിള്ളേരെ രണ്ടുപേരെ ഒരു പാറയുടെ മുകളിൽ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് സേഫായിട്ട് ഇരുത്തിയിട്ട് ചെന്ന് മരത്തെ കയറി നിന്ന് നോക്കും അടുത്ത പ്രദേശം ആനയുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണ് ആദ്യമേ
ഇടുക്കി ഡാമിൻ്റെ അടുത്താണ് വീട്, ഡബിൾ കട്ടിങ് എന്നുള്ള സ്ഥലത്ത്. അങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഉള്ളത് അവിടെ ഒരു ആശാമ്പള്ളിക്കൂടത്തിൽ ചേർന്നു. ആശാമ്പള്ളിക്കൂടത്തിൽ ചേർന്ന് അവിടെ 5ാം ക്ലാസ് വരെയുള്ള ഇതേ ഉണ്ടായിരുന്നു. എന്തായാലും ഞാനത് ചേർന്ന അവസരത്തിൽ 1-2 പ്രാവശ്യം എനിക്കൊരു ഓർമ്മയുള്ളത്, അച്ഛൻ നാട്ടിൽ പോയ അവസരത്തിൽ അയലക്കത്തെന്ന് പറഞ്ഞാൽ വീടെന്ന് പറഞ്ഞാൽ ഒരു 500 മീറ്ററെങ്കിലും അകലെയാണ് വേറെ ഒരു വീടുള്ളത്. അപ്പം അമ്മ തന്നെ ഉണ്ട്, ഞങ്ങൾ പിള്ളേർ 2 പേരും ഉണ്ട്, ഇതേ ഉള്ളൂ. ആന വന്നാൽ പോലും അറിയത്തില്ലല്ലോ എന്നിങ്ങനെ ഓർത്തോർത്ത് പേടിച്ച് കിടന്നു. പുള്ളിക്കാരത്തെ സ്വപ്നം കണ്ട ആന വന്ന് കുടില് തട്ടിയിട്ടു എന്നുള്ള ആ ഒരു സ്വപ്നം കൊണ്ട് പേടിച്ചു കാറി. അറിയപ്പോഴത്തേക്കും ഈ 500 മീറ്റർ അകലെയുള്ള അവിടം വരെ രാത്രിക്ക് കേട്ടു എന്നുള്ളതാണ്. അവരും വന്ന് എന്താണെന്ന് ഓർത്തുകൊണ്ട് വേറെ ഒരു കുടുംബം കൂടി ഉള്ളു അവിടെ. അവർ 2 പേരും വീട്ടിൽ വരികയൊക്കെ ചെയ്ത് വീട്ടിൽ വന്ന് രാത്രിക്ക് വന്നപ്പോഴാണ് നമ്മളറിയുന്നത്. എനിക്കെന്ന് 5 വയസ്സ് 6 വയസ്സ് കഷ്ടിച്ചാണെങ്കിൽ കാണുമായിരിക്കും. അങ്ങനെയുള്ളൊരു അനുഭവം. അത് കഴിഞ്ഞ് പിന്നീട് വഴിയൊക്കെ വന്നു. ഞങ്ങൾ അവിടെ ഞാൻ പറഞ്ഞ ആശാമ്പള്ളിക്കൂടത്തിൽ പോയി. അവിടെ ഞാൻ 2ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. ആശാമ്പള്ളിക്കൂടത്തിൽ നിന്ന് 1, 2ലേക്ക് പഠിച്ചു. അതും കഴിഞ്ഞ് ആശാന് അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അടച്ചു പൂട്ടിയിട്ടുണ്ട്. ആകപ്പാടെ പിള്ളേർ 8, 10, 12 പിള്ളേർ ഈ ആശാമ്പള്ളിക്കൂടത്തിലും 1ലും 2ലും 3ലുമായിട്ടൊക്കെ ഉള്ളൂ. ഇത്രയും പിള്ളേരേ ഉള്ളൂ മൊത്തം ആകപ്പാടെ. ആശാൻ്റെ കൂടെ വേറെ 2 ലേഡി ടീച്ചേഴ്സും കൂടി ഉണ്ടായിരുന്നു. അത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നാരകക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പള്ളി വക സ്കൂളിൽ പോയി ചേർന്നു. അവിടെയും ചെന്നപ്പം 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിലേക്ക് ചേരാനായിട്ടാണ് അവിടെ ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വികാരി അച്ഛന്, മലയക്കുടി അച്ഛൻ എന്നാണ് പേര് പറയുന്നത്, മലയക്കുടി അച്ഛന് ഉണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു. വെച്ചാൽ വീട്ടിൽ ഉൽപ്പന്നപ്പിരിവിന് വേണ്ടിയിട്ട് വന്ന് പള്ളി പണിയാനും ഒക്കെ ആയിട്ട് വരുന്നതിന് പരിചയമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫാദർ പറഞ്ഞു, ഞാനൊരു ഇംഗ്ലീഷ് പുസ്തകം മേടിച്ചുകൊണ്ടേ കൊടുത്തു. അത് മുഴുവൻ കൂടെ വെക്കേഷനിൽ ഇരുന്ന് മുഴുവൻ കാണാതെ പഠിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എന്നാൽ പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മലയക്കുടി അച്ഛൻ എന്നോട് ചോദിച്ചു, അതിനകത്ത് ചോദിച്ചത് കുറേ വേർഡ്സ് ഒക്കെയാണ് ചോദിച്ചത്. മദർ, ഫാദർ, ബ്രദർ, സിസ്റ്റർ, സ്കൂള്, ടീച്ചർ എന്ന് പറഞ്ഞാൽ 10-20 എണ്ണം ചോദിച്ചതിന് മുഴുവൻ ഞാൻ ഉത്തരം പറയും. ഒറ്റ എണ്ണത്തിന് പോലും പറയാതിരുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്നാലും ഇവനെ 3-ലിരുത്തണ്ട 4-ലിരുത്താൻ. അങ്ങനെ 4ാം ക്ലാസ്സിലേക്ക് ഇരുത്തി അവിടെ പഠിപ്പിക്കുകയും ചെയ്തു. അത് അവിടുന്ന് തന്നെയാണേലും ഏറ്റവും നല്ലപോലെ പഠിക്കുന്ന കുട്ടി ഞാനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 6ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് പിന്നെ ഏതാണ്ട് 13 കിലോമീറ്റർ ദൂരമുള്ള വാഴത്തോപ്പ് സ്കൂളിലേക്ക് വന്ന് ബസ്സൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ 1-2 ബസ്സേ ഉള്ളൂ. രാവിലെ 6:15 ഒരു ബസ്സിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 8:45. 8:45 ബസ്സിന് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ക്ലാസ് തുടങ്ങിയിരിക്കും. വൈകുന്നേരം അതുപോലെ 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 5:30ക്കാണ് അവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നത്. ആ വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ അത് 7ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴാണ്. വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അവിടുന്ന് നടന്നു വരുന്നതിനേക്കാളും താമസിക്കും ഈ വണ്ടിക്ക് വരും. അതുകൊണ്ട് നടന്നൊക്കെയാണ്. അപ്പോൾ 13 കിലോമീറ്റർ അങ്ങോട്ടും 13 കിലോമീറ്റർ ഇങ്ങോട്ടും നടന്നാണ് 7ാം ക്ലാസ് മുതൽ പഠിച്ചത്. 7, 8, 9, 10 വരെ പഠിച്ചത്. അതിനകത്ത് വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 18 പിള്ളേരാണ്. ഞങ്ങൾ ഈ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന അവിടുന്ന്, അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ നിന്ന് പോയ കുട്ടികളിൽ ഞങ്ങൾ 18 പിള്ളേരുണ്ടായിരുന്നു അവിടുന്ന് പോകുന്നവർ. ഏതാണ്ട് ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ളത് ഞങ്ങളാണ്. അപ്പോൾ ചെന്ന് ആദ്യമായിട്ട് അവിടുന്ന് SLC പാസ്സാവുന്നത് ഞാനാണ്. അത് ഈ 18 പേരിൽ ഞാൻ മാത്രമേ പാസ്സായുള്ളൂ. അതാണ് അതിൻ്റെ അകത്ത് വേറൊരു കാര്യമാണ്. അത് വേറൊരു കാര്യം കൂടി ഉള്ളത്, 18 പേര് ഞാൻ മാത്രമേ ഉള്ളൂ ഹിന്ദുവായിട്ടുള്ള കുട്ടി, 17 പേര് ക്രിസ്ത്യൻസാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് എനിക്ക് ഭയങ്കര ആഹ്ലാദം ഇന്നും തോന്നുന്ന ഒരു കാര്യം, ഒന്ന്, 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചത് ഇപ്പം മലയക്കുടി അച്ഛനാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഒരു ദിവസം എന്തോ ഒരു ക്വസ്റ്റ്യൻ, അത് എന്താണെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല, പല പ്രാവശ്യം ഓർക്കാൻ കിട്ടിയിട്ടില്ല എന്തായിരുന്നു എന്നുള്ളത്. ഏതോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഉൾപ്പെടെ ആർക്കും അറിയത്തില്ല. ബാക്കി
ഉള്ള 17 പേർക്കിട്ടും അച്ഛൻ അടി കൊടുത്തു. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൈ നീട്ടും, നിനക്ക് ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല, അതുകൊണ്ട് നീ ഇനി നിന്നെ ഞാൻ അടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ് പിന്നെ ഇതാണ് ഈ 10ാം ക്ലാസ്സിൽ പാസ്സായത് ഞാൻ മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് പാസ്സാകുന്നതാണ്. ഈ 18 പേരിൽ ഞാൻ മാത്രമേ പാസ്സായുള്ളൂ. അന്ന് പള്ളിയിൽ വിളിച്ചു പറഞ്ഞു ഇന്ന പോലെ അതാണെന്നുള്ളതൊക്കെ. കുറച്ച് പേരെയൊക്കെ കാണുള്ളായിരിക്കും ഏതെങ്കിലും. അത് കഴിഞ്ഞിട്ട് അന്ന് 6ലൊക്കെ ആയപ്പോഴത്തേക്കും 5ലും 6ലും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കന്യാസ്ത്രീകളാണ് പഠിപ്പിക്കാനുള്ളത്. മഠമൊക്കെ അവിടെ പണിതു, ചെറിയ സൗകര്യത്തോടു കൂടി പണിതു. അതിനൊക്കെ പണിയാനും ഒക്കെ ആയിട്ട് ഞാനും പോയിട്ടുണ്ട്. മണ്ണെടുക്കാനും കല്ല് വെക്കാനും ഒക്കെ ആയിട്ട് ചെറിയ രീതിയിൽ ഒക്കെ പോയിട്ടുണ്ട്. ആ കന്യാസ്ത്രീകളിൽ ഓസിയ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ടായിരുന്നു. അവരെ ഞാൻ ഇപ്പോഴും വളരെ ബഹുമാനത്തോടെ ഓർക്കും. എന്ന് വെച്ചാൽ വളരെ സ്നേഹത്തോടെ നല്ലപോലെ പഠിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ അമ്മയ്ക്ക് സമാനമായിട്ട് അവർ എപ്പോഴും കാര്യങ്ങൾ പറയും. ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകാത്തതുകൊണ്ട് ഉണ്ട്. അല്ലാത്തവരാണെങ്കിൽ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നതിൽ വളരെ നല്ല ഏബിളായിട്ടുള്ള ടീച്ചറായിരുന്നു. അതിന് ശേഷം ഞാൻ ഹൈസ്കൂൾ കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പാലാ സെൻറ്റ് തോമസിലാണ് പഠിക്കാൻ വരുന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി വരെയും അവർ കത്ത് ഇടപാടുകൾ നടത്തുമായിരുന്നു. ലാസ്റ്റ് അവർ ജർമ്മനിക്കാണ് പോയത്. ഇവിടെ കേരളത്തിൽ നിന്ന് യു പി പോയി, യു പിയിൽ നിന്ന് ജർമ്മനിക്കാണ് പോയത്. ജർമ്മനിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞൊരു കത്ത് കിട്ടി. പിന്നെ അവിടെ ചെന്നപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ എനിക്ക് കത്ത് കിട്ടിയുള്ളൂ. അതോടുകൂടി അതങ്ങ് മുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ആ ടീച്ചറിനെ കുറിച്ചൊക്കെയുള്ള ഓർമ്മ ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ മലയക്കുടി അച്ഛൻ അടിക്കാൻ നോക്കിയിട്ട് അടിക്കാതെ പോയതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെയുള്ളത് പഠനകാലം എന്ന് പറയുമ്പോൾ സെൻറ്റ് തോമസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഞങ്ങൾ ഈ ഓടിപ്പാഞ്ഞ് നടന്ന് പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ സ്പോർട്സിൽ ആയിട്ട് നിന്നതാണ്. അതിനുശേഷം ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ വന്നപ്പോഴത്തേക്കും വോളിബോളിലേക്ക് തിരിഞ്ഞു. സെൻറ്റ് തോമസിൽ നിന്ന് ഏറ്റവും നല്ലൊരു സ്പോർട്സിനും ഇതിലെല്ലാം ഉള്ളതാണ്. പക്ഷേ ആ വർഷം പറ്റിയൊരു അപകടം എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള എക്സർസൈസ് കാരണം എനിക്ക് 3 പ്രാവശ്യം പനി വന്നു. ഒരു പ്രാവശ്യം പനി വന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ജൂൺ മാസം മഴ നനഞ്ഞുള്ള പ്രാക്ടീസ് ആയപ്പോഴത്തേക്കും പനി രണ്ടാമതും വന്നു കഴിഞ്ഞ് ആദ്യത്തെ ദിവസം 3 ദിവസം റെസ്റ്റ് എടുത്തു. രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ 5 ദിവസം എടുത്തു. മൂന്നാമത്തെ പനി വന്നപ്പോഴത്തേക്കും ബോധം കെട്ടുപോയി. അങ്ങനെ അത് പിന്നെ മെനിഞ്ചൈറ്റിസ് ആയിട്ട് വന്നു. അതോടുകൂടി മൊത്തം ശാരീരികമായിട്ട് ഉണ്ടാകുന്ന ആ രംഗത്തെന്ന് പറയും. ഏതായാലും ഡിഗ്രി വരെ പഠിച്ചു. ഡിഗ്രി പഠിത്ത കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയുണ്ടായിരുന്നു. ഇന്നത്തെ പോലെയല്ല. പാലായിൽ നിന്നാണേലും നടന്നു പോകത്തക്ക ദൂരമേ ഉണ്ടായിരുന്നത്. എടപ്പാടിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പാലാ സെൻറ്റ് തോമസിലേക്ക് എറണാകുളത്തേക്ക് പോകാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ കാണും. അത് അന്നത്തെ രീതിയിൽ നമുക്കൊരു പ്രശ്നമല്ല. ഇന്നാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്നത്. അന്നത്തെ ആ നടപ്പിൻ്റെ ഓട്ടത്തിൻ്റെ ഒക്കെ ശക്തി ഇന്നും എനിക്കുണ്ട്. അതാണ് വേറൊരു കാര്യമുള്ളത്. ഇത് ചെയ്യുന്നതിനാണ്. പിന്നെ പഠനകാര്യത്തിൽ ഇതുവരെയും പഠനകാര്യത്തിൽ നിന്നല്ല, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്തുണ്ടോ അത് 100% പെർഫെക്റ്റായിട്ട് ചെയ്തു എന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. ഒരു വഴക്ക് കൂടാനായിട്ടോ അധ്യാപകരെ കൊണ്ട് മോശമായിട്ടൊന്ന് പറയിപ്പിക്കാനായിട്ടോ ഇങ്ങനെയൊന്നും പോയിട്ടില്ല. അതിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഹിന്ദിയാണ് സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത്. പക്ഷേ എങ്കിൽ സെബാസ്റ്റ്യൻ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അത് മലയാളം എടുക്കുന്നതാണ്. മലയാളം എടുക്കുന്ന ഈ കുമാരനാശാൻ്റെ ചണ്ടാലഭിക്ഷതിയൊക്കെ ഞാൻ ദൂരെ പോയിരുന്ന് കേട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ലായിരുന്ന അവസരത്തിൽ സാറിൻ്റെ ക്ലാസ് മുഴുവൻ അത്രയ്ക്കും ഭയങ്കര ഇതായിരുന്നു ക്ലാസ്. പിന്നെയുള്ളത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതിൽ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന സാറ് അലക്സാണ്ടർ സാറും അയ്യർ സാർ എന്ന് പറയും, TRS അയ്യർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്. അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു ഞാൻ എടുത്തിരുന്നത്. ആ ലിറ്ററേച്ചർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര ഒക്കെ എടുത്തു വരുമ്പോഴത്തേക്കും അഭിനയിച്ചാണ് എടുക്കുന്നത്. അന്നത്തെ ആ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ അത് അത്രയും വളരെ വെച്ചാൽ അദ്ദേഹം അയ്യർ സാർ എന്ന് പറയുന്നത് ഈ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും വെറുതെ ഒരു അധ്യാപകനായിട്ടല്ല, അതിനകത്തെ ആരാണോ അതിനകത്തുണ്ടായിരുന്ന ആൻ്റണി ആൻഡ് ക്ലിയോപാട്രയിലൊക്കെ എന്താണ് നമ്മൾ പറയുന്നത്, അതിൽ ആൻ്റണി ആയിട്ടും ക്ലിയോപാട്രയായിട്ടും ഒക്കെ അഭിനയിച്ചതാണ് പറയുന്നത്. ആ ഉൾക്കൊണ്ടുകൊണ്ട് 100% ഉൾക്കൊണ്ടുകൊണ്ടാണ് പറഞ്ഞത്. സാറ് ചിലപ്പോൾ സമയം പോലും മറന്നുപോയതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അധ്യാപകരുടെയൊക്കെ കൂടെ ക്ലാസ് എടുക്കാനും അവരെയൊക്കെ ഇന്നും ഓർക്കുന്നു. അവരുടെയൊക്കെ അനുഗ്രഹം എന്നിൽ പൂർണ്ണമായിട്ടുണ്ട്. വെച്ചാൽ ഒരു തെളിപ്പിളിക്കും പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ മറ്റു കുട്ടികളുടെ ആണെങ്കിലും എന്താണെന്ന് വെച്ചാൽ ഈ സ്പോർട്സിനൊക്കെ പോകുന്ന അവസരത്തിൽ വലിയ തല്ലിപ്പൊളിക്കൊന്നും ഒരിടത്തിനും പോയില്ല. ഉള്ള പിള്ളേരും ഉണ്ടായിരുന്നു. പക്ഷെ ആ കൂട്ടത്തിലൊന്നും നമ്മൾ കൂടാറില്ല ഒരിക്കലും. നമ്മുടെ കുട്ടികളാണ്. അന്ന് വേറൊരു കാര്യമുള്ളത്, രാത്രി 11 മണി വരെ ഇരുന്ന് വായിക്കും.
4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പഠിക്കും. 11 മണി ആകുമ്പോഴത്തേക്കും പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 6 ചിലപ്പോൾ നീന്തി കിടക്കണോ അല്ലാതെ കിടക്കണോ ഇങ്ങനെ പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി ഇരുന്ന് പഠിക്കും. അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ കുട്ടികളെ ഏറ്റു പഠിക്കുക എന്ന് പറയുന്നതിന് പകരം അന്ന് എന്നോട് ഇത്രയും സമയം ഇരുന്ന് പഠിക്കരുതെന്ന് പറയാനേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഞാൻ രാവിലെ വീട്ടിലെ അമ്മയുടെ അന്ന് വാച്ചും ക്ലോക്കും ഒന്നുമില്ല. വാച്ചുണ്ട് എനിക്ക് സമയം നോക്കാനുള്ളത്. ക്ലോക്കോ മറ്റു കാര്യങ്ങളോ റേഡിയോയോ മൊബൈലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സമയം എപ്പോഴാണെന്നൊന്നും അറിയത്തില്ല. അപ്പം ഒരു സാറ് നേരെ അക്കരെ ഞാൻ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് തിണ്ണയിലിരുന്ന് വായിക്കുമ്പോൾ സാറിനതറിയാം ഞാൻ 11 മണിയാകുമ്പോഴാണ് കിടക്കുന്നതെന്നുള്ളതും 4 മണിയാകുമ്പോൾ സാറ് റബ്ബർ വെട്ടാൻ ഏൽക്കുന്ന സമയത്ത് ഞാനായിട്ടിരുന്ന് പഠിക്കുന്നതും ഒക്കെ. അപ്പോൾ എന്നിട്ട് ഈ പനിയായിട്ട് ഇങ്ങനെ ഒരു ക്ഷീണമായിട്ടിരുന്നപ്പം അതെങ്ങനെയാണ് അപ്പോൾ അതിൽ മുറ്റത്തൂടെ റബ്ബർ തോട്ടത്തിൽ റബ്ബർ ഷീറ്റ് അടിക്കാനായിട്ട് സാറ് പോകുന്ന അവസരത്തിൽ അമ്മൂമ്മയും കൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞു, എന്തിയാ ക്ലാസ്സിൽ പോകാനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന തലവേദനയായിട്ട് പോകാത്തന്ന്. അതെങ്ങനെയാണ് തലവേദന വരാതിരിക്കുന്നത്? എത്ര സമയം ഉറങ്ങുന്നത്? 11 മണിയാകുമ്പോൾ കിടക്കും, 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. ഞാൻ എല്ലാ ദിവസവും കാണുന്ന പലപ്പോഴും പറയണമെന്ന് ഓർത്തിരുന്നത് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് പറയാത്തത് എന്നിപ്പോൾ കണ്ടതങ്ങ് പറയാണ്. 18 വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് ഇതിൽ കൂടുതൽ സമയം ഉറങ്ങണം, 9 മണിയാകുമ്പോൾ കിടന്നോണം, രാവിലെ 6 മണിയാകുമ്പോൾ എഴുന്നേറ്റാൽ മതി, അല്ലെങ്കിൽ ശരിയായിരുന്നു. അങ്ങനെ ഒരാഴ്ച മുമ്പ് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഈ 5 മണിക്കൂർ തന്നെ ആകുമ്പോഴത്തേക്കും ഉറക്കം തെളിയും. രണ്ടാമത് പിന്നെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ നേരം വിളക്കും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അമ്മൂമ്മ ഉണ്ട് ഞാൻ കിടക്കുന്ന റൂമിൽ. അന്നേരം അമ്മൂമ്മ ഒരു 9 മണിയും 10 മണിയൊക്കെ കഴിയുമ്പോൾ ചോദിക്കുക സമയം തരും. ഞാൻ പറഞ്ഞു 9 ആകുന്നേ ഉള്ളെന്ന് പറയും. അങ്ങനെ കള്ളം പറഞ്ഞിരുന്ന് പഠിച്ചിരുന്നത്. അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അമ്മൂമ്മയുടെ ഇതും അതുപോലെ തന്നെ സെൻറ് തോമസ് കോളേജിൽ പഠിക്കാൻ പറ്റിയതും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയും വേറെ അധ്യാപകരുണ്ട്, എല്ലാവരും ഒന്ന് പേര് പറയാനായിട്ട് ചിലരുടെയൊക്കെ പേര് മറന്നു പോയിട്ടുള്ളവരുണ്ട്. ഏതായാലും ഓർത്തിരിക്കുന്ന 2 പേരും അധ്യാപകരൊക്കെ നല്ല വളരെ ഇതായിട്ട് കോൺഗ്രസ്. അതിൽ അലക്സാണ്ടർ സാർ എന്ന് പറയുന്നത് ഏത് സമരം വന്നു കഴിഞ്ഞാലും ഞങ്ങളെ ഇരുത്തി ക്ലാസ് എടുക്കുമായിരുന്നു. നിങ്ങൾക്ക് എപ്പോഴും വന്നു കഴിഞ്ഞാലും ഞാൻ പഠിക്കാനുള്ളവരെ അവരുടെ സമയം നഷ്ടപ്പെടുത്തുകയില്ല, അവരെ പഠിപ്പിക്കാനായിട്ട് എപ്പം വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സും എല്ലാം എടുക്കുമായിരുന്നു. സാറും പറയുന്നത് ഇതാണ്, നിങ്ങളെ പ്രതീക്ഷിച്ച് വീട്ടിലിരിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്, അവരെ ഓർക്കണം. അവരെന്ത് പ്രതീക്ഷയോടു കൂടിയാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചേക്കുന്നത്, നിങ്ങളെ വളർത്തിയേക്കുന്നത്. അത് ഇന്നത് വളരെ പ്രസക്തമാണ് ആ ഒരു വാക്കെന്നുള്ളത്. സാറ് സാധാരണ കുടുംബത്തിൽ നിന്ന് പഠിച്ചു വന്നയാളാണ്. ജോലി കിട്ടിയ അവസരത്തിൽ പോലും മറന്നിട്ടില്ല. കുട്ടികളോട് അത്രയും സ്നേഹത്തോട് വരുന്നത്. അങ്ങനെ നല്ല അധ്യാപകരെ ഇന്നും ഉണ്ടായിരിക്കും, കാണും, ഇല്ലെന്നല്ല. പക്ഷെങ്കിൽ അവരുടെയൊക്കെ അനുഗ്രഹമുണ്ട്, അതുകൊണ്ട് പഠിക്കാൻ പറ്റി. അതിനുശേഷം പിന്നെ ആ പഠിത്തത്തിലുള്ള അത്തരം ശ്രദ്ധ ഉള്ളതുകൊണ്ട് എനിക്ക് കൈവല്യാൻ സ്വാമിയുടെ അടുത്ത് ചെമ്പൂരി വന്നപ്പോഴും നമുക്ക് സംസ്കൃതം പഠിക്കാനുള്ളൊരു മഹാഭാഗ്യം കിട്ടി. അത് വലിയൊരു അനുഗ്രഹമാണ്. സംസ്കൃതം പഠിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബാക്കിയുള്ളതിനേക്കാളെല്ലാം ഭയങ്കരമായിട്ട് എഫർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. മുഴുവൻ ബൈഹാർട്ടാക്കണം, അതിൻ്റെ എല്ലാം ഓർത്തിരിക്കണം, ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സംസ്കൃതത്തിലെ വ്യാകരണം പഠിക്കാൻ പറ്റി. അതിൽ സിദ്ധാന്തകൗമുദിയും ലഘുസിദ്ധാന്തകൗമുദിയും സിദ്ധാന്തകൗമുദിയും അഷ്ടാധ്യായിയും പഠിച്ചു എന്നുള്ള ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ് സംസ്കൃതം പഠിച്ചത്. പണ്ട് മുതൽ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ തന്നെ അമ്മാവും പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഈ വേദാന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് സംസ്കൃതം പഠിച്ചാൽ മറ്റു വേദാന്തം എന്ന് പറഞ്ഞ ഉപനിഷത്തുകളും ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് പഠിക്കണം, അത് പഠിച്ചെങ്കിലേ ആകുള്ളൂ. അല്ലാതെ നമുക്ക് കോളേജിൽ പഠിപ്പിക്കുന്നതൊന്നും അല്ല എന്നിങ്ങനെയൊന്നും ഒരു വാക്ക് പറഞ്ഞ് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അമ്മാവനും ഇപ്പോൾ ഉണ്ട്, മൂത്ത അമ്മാവനും ഇപ്പോഴും ഉണ്ട്. അമ്മാവൻ പറഞ്ഞ കാര്യം അത് വളരെ ഏതായാലും എനിക്ക് പഠിക്കാൻ പറ്റുകയും ചെയ്തു. അത് വേറൊരു വശം, അതൊരു ഭാഗ്യം. അതാണ് എല്ലാം കൊണ്ടും പഠനകാലം എല്ലാം കൊണ്ടും വളരെ ചെറുപ്പകാലം എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും അനുഗ്രഹം കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു നല്ല കാര്യം ഉണ്ട്. എപ്പോഴും മനസ്സിലാത്ത ഓർമ്മ, ഗുരുക്കന്മാരോടുള്ള ആ ഒരു ബഹുമാനം ഇന്നും എനിക്ക് ഉണ്ട്. അല്ലെ മലക്കുടി അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഒന്ന് പോയി കാണണമെന്നുള്ള പ്രായമായി എന്ന് പറഞ്ഞ് കഴിഞ്ഞ മുമ്പത്തെ വർഷം അച്ഛൻ എവിടെ ഉണ്ടെന്നുള്ളതൊക്കെ അറിഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷമൊന്നും പോകാൻ പറ്റില്ല. ഈ കൊല്ലമെങ്കിലും ഒന്ന് പോയി കാണണമെന്നുണ്ട്. ആധ്യാത്മിക മേഖലയിലേക്ക് കടക്കാൻ ഉള്ള സാഹചര്യം എങ്ങനെയാണ് വന്നത്? ആധ്യാത്മിക മേഖലയിലേക്കെന്ന് പറഞ്ഞാൽ അതിന് വേറൊരു കാര്യമുള്ളത്,
അതിന് അടിസ്ഥാന കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഗുരുദേവൻ എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ തറവാട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് അമ്മൂമ്മ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് അമ്മൂമ്മ ഗുരുദേവനെ കണ്ടിട്ടുണ്ട്. അമ്മൂമ്മ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മൂമ്മ ഒരു വീട്ടിലേക്ക് 4-5 ആണുങ്ങൾ കയറി വരുമ്പോഴത്തേക്കും പെണ്ണുങ്ങൾ പിന്നെ അവരെ പുറത്തിറങ്ങിയാൽ, ഏതായാലും അമ്മ പശുവിനെ അഴിച്ചു വിട്ടുകൊണ്ട് ഇങ്ങ് ഇറങ്ങി മുകളിലോട്ട് കയറി തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ട് കെട്ടാൻ പോകുമ്പോഴാണ്, ശകല ഉയരതാഴ്ചയുള്ള പ്രദേശമാണ് തറവാടിരുന്നത്, അമ്മയുടെ തറവാടിരുന്നത്. അങ്ങോട്ട് കയറി പോകുമ്പം ആണ് ഗുരുദേവനും കോതാൻ സ്വാമി ആയിരിക്കണം കൂടെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി ഒരു 4-5 ആണുങ്ങളും കൂടെ കൂടി വീട്ടിൽ വന്നു. അവിടെ ഏതാണ്ട് വെച്ച് സേവ ഏതാണ്ടൊക്കെ ഉണ്ട്, അത് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അമ്മ പശുവിനെ കെട്ടിവെച്ചുകൊണ്ട് 1/2 മണിക്കൂർ 1 മണിക്കൂറോളം അവിടെ തന്നെ നിന്നു. ഇങ്ങനെ തിരിച്ചു വരാൻ മടിയായിട്ട്. ഏതായാലും അവർ പോയ അവസരത്തിൽ, വീട്ടിൽ നിന്ന് ഇറങ്ങിയ അവസരത്തിൽ ഇങ്ങനെ മാറി മാറി ഒരു പേടിയോടുകൂടി മറിഞ്ഞ് വന്നു ഒരു തെങ്ങിനടുത്ത് വന്നു നിന്ന് ഗുരുദേവനെ കണ്ടെന്ന് പറഞ്ഞടുത്ത്. അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹമായിരിക്കാം ഈ രംഗത്തേക്ക് വരാനുള്ളത്. പിന്നെ അന്നും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഓർക്കുന്നുണ്ട്, പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കിട്ടി പോയി കഴിഞ്ഞാൽ പോലും എനിക്ക് വിവാഹത്തിനോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയേ ഇല്ലായിരുന്നു. അത് ആധ്യാത്മികമായിട്ട് ഉയർന്നു വരണമെന്നല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഈ ഗുരുദേവനെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തോട്ടൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇതുമുണ്ട്. പിന്നെ വേറെ ഒരു കാര്യമുള്ളത്, ഈ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹിന്ദുവായിട്ടുള്ള. അപ്പോൾ അന്ന് ഈ കന്യാസ്ത്രീകളെ സിസ്റ്റേഴ്സ് നിന്ന് കുട്ടികളുടെ ദീപിക, സൊഡാലിറ്റി, പിന്നെ അങ്ങനെ കുറേ പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. വായിക്കുമ്പോൾ അതിനകത്ത് യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങളും ശിഷ്യന്മാരായിട്ട് അന്നത്തെ നിന്നവരുടെ ആ ത്യാഗവും മനോഭാവവും ഒക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയൊരു വിത്ത് ആധ്യാത്മികമായിട്ടുള്ളതിനോട് പ്രേരകമായിട്ടൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ആയിക്കോട്ടെ, യേശുക്രിസ്തു ആണേലും നബി ആണേലും എല്ലാം ഒന്നിലേക്ക് തന്നെയാണ് ഗുരുദേവൻ പറഞ്ഞേക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നല്ല പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ വരാനുള്ള ഒരു സാഹചര്യം. പിന്നെ അവിടാണ് ശിവഗിരിയിൽ പഠിത്തമൊക്കെ നിർത്തി കഴിഞ്ഞ് പോയി കഴിഞ്ഞ് 80 ഞാൻ പഠിത്തം നിർത്തിപ്പോയി. പഠിത്തം പൂർത്തിയാക്കി, ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി 10 വർഷത്തോളം അവിടെ നിന്നു. അപ്പം അന്നേരം SNDP ശാഖയുടെ യൂത്ത് ഫണ്ട് പ്രസിഡൻ്റായിട്ടും ശാഖയുടെ സെക്രട്ടറി ആയിട്ടും ഒക്കെ പിന്നീട് പ്രവർത്തിക്കാനും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പിന്നെ ഗുരുദേവൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു തോന്നൽ. അതിനകത്ത് വേറൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ, ഗുരുദേവ കൃതികൾ എന്നോട് പ്രത്യേകിച്ച് ആരും പറഞ്ഞിട്ടൊന്നുമല്ല. അത് നമ്മൾ ശാഖയുടെ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെയെങ്കിലും 10 പേര് കൂടുന്നിടത്ത് മീറ്റിംഗ് കൂടുമ്പോൾ എന്തെങ്കിലും പറയാനോ എടുക്കാനോ അല്ലെങ്കിലൊക്കെ പോകുമ്പം പ്രാർത്ഥനയ്ക്കൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും അവർ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം പറയണമല്ലോ എന്നോർത്തുകൊണ്ട് ഞാനത് പഠിച്ചിട്ടുണ്ട് കുറേയൊക്കെ. ലേഖനങ്ങളും മറ്റെല്ലാം വായിക്കുകയും ചെയ്യും, പുസ്തകങ്ങൾ വായിക്കും. പിന്നെ ഗുരുദേവ കൃതിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ ദിവസവും ഒരു 10 പദ്യമെങ്കിലും എത്ര ടൈറ്റായിട്ട് ഉറക്കം വരുന്ന അവസരത്തിലാണെങ്കിൽ പോലും വായിച്ചേ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കിടന്നുകൊണ്ട് പുസ്തകം എൻ്റെ മേത്ത് വെച്ച് കിടന്ന് ഒത്തിരി പ്രാവശ്യം ഉറങ്ങിപ്പോയിട്ടുണ്ട്. അതൊക്കെ പിന്നീട് ശിവഗിരി വന്നപ്പോഴാണ് അതിൻ്റെ ഗുണം എനിക്ക് മനസ്സിലായത്. ഗുരുദേവകൃതി ഏത് പറഞ്ഞു കഴിഞ്ഞാലും കാണാതെ എല്ലാം അറിയാം നമ്മളിതിങ്ങനെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ. അപ്പം അത് നമ്മൾ ആധ്യാത്മികത എന്താണ് ഏതാണെന്നുള്ളതൊന്നും നോക്കിയിട്ടല്ലെങ്കിലും അങ്ങനെ ഒരു ചെറുപ്പത്തിൽ നമ്മുടെ തലയ്ക്ക് ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായതിൻ്റെ ആ ഒരു അനുഭവമായിരിക്കണം ഇവിടെ വരാനും ഇങ്ങനെ പഠിക്കാനും ഇത്രയൊക്കെ കാര്യങ്ങൾ നേടാനും ഇടയായത്. അത് ഈ പറഞ്ഞ പോലെ സ്കൂളിലെ സിസ്റ്റേഴ്സും അതിനുശേഷം ഉള്ള അവരൊക്കെ അതിൻ്റെ നമുക്ക് ഉപയോഗപ്രദമായിട്ടുണ്ട്. ശിവഗിരിയിലേക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ, അവിടെ ആയിരുന്നല്ലോ കുറച്ച് നാൾ. അപ്പം എങ്ങനെയാണ് ശിവഗിരിയിലേക്ക് എത്തിപ്പെടാൻ, എപ്പോഴാണ് എത്തിപ്പെട്ടത്? അതിനുള്ള സാഹചര്യം എന്തായിരുന്നു? സാഹചര്യം ഞാൻ ശിവഗിരിയിലേക്ക് വരാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ SNDPയുടെ പ്രവർത്തനത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ബ്രഹ്മവിദ്യാലയം അവിടെ നിന്ന് ശിവഗിരി വന്നു. 88 ശിവഗിരി വന്നിട്ടുണ്ട്. ഞങ്ങൾ 3-4
പ്രവർത്തകർ ഒരുമിച്ച്. അത് കഴിഞ്ഞ് പിന്നീട് അന്നാണ് അറിയുന്നത് അവിടെ ബ്രഹ്മവിദ്യാലയം ഉണ്ടെന്നുള്ളതും പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ അറിയുന്നത്. ശേഷം 3-4 വർഷം അങ്ങനെ തയ്യാറായിരുന്നെങ്കിൽ പോലും എനിക്ക് വീട്ടിലെ ബൗണ്ട്സ് കാരണം കൊണ്ട് പോരാൻ പറ്റാതെ, അതായത് അവിടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരുന്നപ്പോൾ പിന്നെ 90 ഞാൻ ശിവഗിരി വന്നു, ബ്രഹ്മവിദ്യാലയത്തിൽ വന്നു ചേർന്നു. അന്ന് ഈ പറഞ്ഞതുപോലെ കൈലാൻ സ്വാമിയാണ് പഠിപ്പിക്കുന്നത്. അതിലും ഈ പറഞ്ഞതുപോലെ വ്യാകരണം പഠിച്ചതിൽ എനിക്കൊരു സംശയമുണ്ട്. വ്യാകരണവും അതുപോലെ ഭഗവത്ഗീത, വ്യാകരണം 3-4 സൂത്രം, പിന്നെ ഭഗവത്ഗീത, പിന്നെ ഗുരുദേവകൃതി, ശങ്കരകൃതി ഏതെങ്കിലും സഹസ്ലോകം ഏതെങ്കിലും ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഞാനിത് 1-2 പ്രാവശ്യം നോക്കിയിട്ട് എത്ര നോക്കിയിട്ടും ബൈഹെഡാകാൻ പറ്റുന്നില്ല. ഞാൻ ഓർത്തത് പ്രായമായത്, ഞാൻ 30 വയസ്സായി എനിക്കുന്നത്. അതുകൊണ്ടാണോ ഇനി ഓർമ്മക്കുറവ് വരുന്നത്, കിട്ടാൻ പറ്റാതെ പഠിക്കാൻ പറ്റാതെ വരുന്നത് എന്നിങ്ങനെ ഓർത്ത് ഞാനിങ്ങനെ വിഷമിച്ച് നടന്ന അവസരത്തിൽ മനസ്സിലാക്കിയിട്ടാണോ എന്നറിയത്തില്ല. കൈലാൻ സ്വാമി ഒരു ദിവസം വിളിച്ച് എന്നോട്, ഞാനിങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു, എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ. അങ്ങനെ 1 മാസം കഴിഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വ്യാകരണം ഇത് ബൈഹേട്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അന്നേരം പറഞ്ഞു, എന്നോട് അന്നേരം ഗുരുദേവകൃതി മാത്രമേ കൈലാൻ സ്വാമി ചോദിക്കുള്ളൂ. അത് നല്ല ഫ്ലുവൻ്റായിട്ട് പറയുന്നുമുണ്ട്, എത്ര വേണേലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, പ്രായമോ വയസ്സോ ഇതൊന്നും ഒരു എന്താണ് ഒരു ഘടകമല്ല. അത് പഠിക്കുന്നതിനെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ല. ഇത് തന്നെ ആയിരിക്കണം ചിന്ത വരുന്നത്. അപ്പോൾ സംഗതി അത് ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞു. അപ്പം സ്വാമി എന്നിട്ട് പറഞ്ഞു, ഇപ്പം എന്നൊക്കെയാണ് പഠിക്കുന്നത്? ഗുരുദേവകൃതി ഉണ്ട്, സഹസ്ലോകിയാണ് എടുക്കുന്നത് ശങ്കരകൃതിയിൽ. സഹസ്ലോകി ഞങ്ങളോട് ചോദിക്കാറില്ല, ജൂനിയേഴ്സിനോട് ചോദിക്കാറില്ല. പിന്നെ ഉള്ളത് വ്യാകരണം ഉണ്ട്, പിന്നെ ഭഗവത്ഗീതയുടെ 2 ശ്ലോകം ചിലപ്പോൾ എടുത്തെങ്കിലും ലഭിക്കുക, അല്ലെങ്കിൽ ഒരു ശ്ലോകം എടുക്കുള്ളൂ. അപ്പം അത് ഒന്നല്ല, ഒരു ശ്ലോകമല്ല ചോദിക്കുന്നത്, ആദ്യം മുതലുള്ള ചോദിക്കുന്നത്. ഏത് അധ്യായമാണ് എടുക്കുന്നത് അതിൽ ആദ്യം മുതലുള്ള അവസാനം വരെ ഉള്ളത് പറയണം. അപ്പോൾ ഇത് 3 അല്ലേ ഉള്ളൂ ബൈഹാർട്ടായിട്ട്. ശങ്കര ശ്ലോകം പഠിക്കണമെന്നില്ലല്ലോ, നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ എന്ന് സ്വാമി തന്നെ പറഞ്ഞു. അപ്പം ശരി, ഞാൻ ഓർത്ത് നോക്കിയപ്പോഴത്തേക്കും ശരി, ഇത് 3 ഉള്ളൂ. ഇതിനാണ് ഉത്തരം. ഞാൻ ഒരു 5 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം ചൊല്ലി ബൈഹാർട്ടായിട്ട് പഠിക്കാനായിട്ട് നോക്കിയിട്ട് 5 മിനിറ്റ് അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെ മറന്നു. അപ്പം അതിൽ മനസ്സെപ്പോഴും ടൈറ്റ് ആയിരിക്കണം, വേറെ കാര്യങ്ങളിലൊന്നും ഇടപെടരുത്, ഇതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം, അപ്പോൾ ശരിയായിക്കോളും സാധനം. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വ്യാകരണത്തിൻ്റേത് 2-3 സൂത്രം, ഭഗവത്ഗീതയുടെ 1 ശ്ലോകം അല്ലെങ്കിൽ 2 ശ്ലോകം അപൂർവമായിട്ടും. പിന്നെ ഉള്ളത് ഗുരുദേവകൃതികൾ എനിക്ക് ഈസിയായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ട് മുതലേ പഠിച്ചിങ്ങനെ പാരായണം ചെയ്ത് വന്നുകൊണ്ട് അത് എവിടെയാണെങ്കിലും പെട്ടെന്ന് ബൈക്കാട്ടായി പോകുന്നുണ്ട്. അത്രേ ഉള്ളതെന്നുള്ളപ്പോഴത്തേക്ക് അത് ഒറ്റയാഴ്ച കൊണ്ട് സംഗതി ഒക്കെ. ഇത് എഴുതിയിട്ട് ഞാനത് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കും. നമ്മൾ ഭക്ഷണം വിളമ്പാൻ പോകുന്ന അവസരത്തിലും, അത് കഴിഞ്ഞ് അവിടെ കൃഷിക്ക് വൈകുന്നേരം കൃഷിക്ക് പോകുമായിരുന്നു, കൃഷി ചെയ്യാനായിട്ട് പച്ചക്കറികളെല്ലാം ചെയ്യാൻ. അതിന് പോകുന്ന അവസരത്തിൽ, പിന്നെ തിരിച്ചു വരുന്ന അവസരത്തിലും ഒക്കെ ഈ ശ്ലോകം ഇത് തന്നെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. മറന്നുപോയി അന്നേരം പോക്കറ്റിൽ നിന്ന് എടുത്ത് നോക്കും. അത് ഒറ്റയാഴ്ച കൊണ്ട് സംഗതി ഒക്കെ. പിന്നീട് അന്ന് ഉണ്ടായിരുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ ഞാനാണ്. SLC ഒക്കെ കഴിഞ്ഞേച്ച്, അല്ലെങ്കിൽ പഠിത്തം പ്രീ ഡിഗ്രി കഴിഞ്ഞേച്ച് വന്ന ആളുണ്ട്. പഠിത്തം തുടർന്ന് പിന്നെ ഇടയ്ക്ക് ഇടവേള ഇല്ലാതെ വന്ന ആൾക്കാർ വരുന്നു. അവരെക്കാളൊക്കെ മികച്ച് വ്യാകരണം പഠിക്കാൻ പറ്റും. അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പം പിന്നെ ഈ ആധ്യാത്മികമായ രംഗം എന്ന് പറയുമ്പോഴത്തേക്കും അത് എല്ലാവരും ആധ്യാത്മികത എന്ന് ഓർക്കുന്നത് ആശ്രമത്തിൽ പോവുക, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്, അല്ലേ? അതല്ല ആധ്യാത്മികത എന്നുള്ളത്. അത് പിന്നീടല്ല നമുക്കറിയാവുന്നത്. വ്യാകരണങ്ങളും ശാസ്ത്രവും ഓരോന്നും ഉപനിഷത്തും ഒക്കെ പഠിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്. ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള ചിന്ത. അതാർക്കും വരുന്നില്ല. ഭൗതികമായ കാര്യങ്ങളിൽ പോകും, അത് കഴിഞ്ഞ് പ്രാർത്ഥന ചെയ്ത് എവിടെയെങ്കിലും പോയി കുറേ നേർച്ച നടത്തും, രസീതെടുക്കും, അത് വെച്ച് എന്തെങ്കിലും കഴിയും, പ്രസാദം ശരി എന്തെങ്കിലും കിട്ടിയാലായി അതുകൊണ്ട് പോരും, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് പോവുകയാണ്. അതല്ല ആധ്യാത്മികത. അപ്പം ഞാൻ എവിടുന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ഇതിനെക്കുറിച്ചുള്ള ചിന്തയും തത്വചിന്തയും ചർച്ചയും ഒക്കെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്.
അപ്പോൾ ആ രംഗത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സ്തോത്രങ്ങളൊക്കെ ഇതുവരെയും പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ അത്രയും കീനായിട്ട് അതിനെക്കുറിച്ച് നോക്കുന്നുമില്ല. അത്ര നമ്മളതിനെക്കുറിച്ചുള്ള ചിന്തയില്ല. നമുക്കും ഭൗതികമായ രീതികൾ പലതിനെക്കുറിച്ചുമുള്ള ഇതുണ്ട്. പിന്നെ ആധ്യാത്മികത എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉള്ളതാണെങ്കിൽ നമ്മുടെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ടുമല്ല, ഓരോരുത്തരുടെ സ്വഭാവം ഓരോന്നാണ്. കർമ്മയോഗി വേണമെങ്കിൽ എന്ന് പറയാം. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും സുഖം കിട്ടുന്നത് എന്താണോ അതാണ്. ആരെക്കുറിച്ചാണേലും. ഒരാൾക്ക് പാട്ട് പാടുന്നതായിരിക്കും സുഖം, ഒരാൾക്ക് ഓടുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ജോലി ചെയ്യുന്നതായിരിക്കും, ഒരാൾക്ക് കൃഷി ചെയ്യുന്നതായിരിക്കും, ഒരാൾക്ക് പശുവിനെ ചെയ്യുന്നതായിരിക്കും, സംഗീതമായിരിക്കാം, ഡാൻസ് ആയിരിക്കാം. അത് ആ വ്യക്തിക്കനുസരിച്ചാണ്. അതിൽ നിന്ന് സുഖം കിട്ടുന്നുണ്ടെങ്കിൽ അത് ആധ്യാത്മികതയാണ്. ഇല്ലെങ്കിൽ ആധ്യാത്മികതയല്ല. എന്നാ പ്രസംഗിച്ചാലും എത്ര പഠിച്ചാലും ഒന്നുമല്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജോലി എനിക്ക് അത്രയും ഇൻ്റലിജൻ്റായിട്ട് ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഈ മറ്റ് കൃഷി ചെയ്യുന്നതും പശുക്കളോടോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളോടുള്ള സ്നേഹമാണ്. ഞാൻ ഇങ്ങേറ്റം ഒരു പക്ഷിയെ കണ്ടാലും ഒരു പാമ്പിനെ കണ്ടാലും ഒരു പട്ടിയെ കണ്ടാലും ഏതിനെ കണ്ടു കഴിഞ്ഞാലും നമുക്കതിനോട് ഭയങ്കര സ്നേഹമാണ് തോന്നിക്കുന്നത്. അവർക്ക് അതിൻ്റെ ആ സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, നമ്മളത് മറന്നു പോവുക, മറന്നു പോവുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഓർക്കാതെ ആണെങ്കിലും ഇട്ട ഒരു ഒത്തിരി എടുത്തപ്പോഴേ ഉണ്ട് ഇത് പശു കടിച്ചു പറിച്ചു. പശുക്കുട്ടി ഞാൻ സ്വീകരിച്ചിങ്ങനെ പശുക്കുട്ടികളുടെ അടുത്തിരുന്നപ്പോഴേ നോക്കിയപ്പോഴത്തേ ഇത് ഒരു കുഞ്ഞ് പുറകെ കൂടെ വന്നിട്ട് ഇങ്ങനെ കടിച്ചു പറിച്ചൊക്കെ വെച്ചു. അത് ഞാൻ പിന്നെ എടുത്ത് കളഞ്ഞില്ല, കീറി കളഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുത. എങ്കിൽ പോലും അത് ഇപ്പോഴും അത് യാദൃശ്യമായിട്ടാണ് ഇതിങ്ങനെ എടുത്തതും ചോദിച്ചപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ അവരുടെ ആ സ്നേഹം നമ്മളൊന്ന് ഉൾക്കൊള്ളുക. ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അതുങ്ങൾ വന്ന് താടിയേലും മുടിയേലും ഒക്കെ വന്ന് കടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്ത് വരുമ്പോൾ അത് നമ്മളത് അറിയാതെ തന്നെ ഒരു മാതൃഭാവം വരികയാണ്. അത് എല്ലാ ജീവജാലങ്ങളോടും ഉണ്ടാണ്, എല്ലാ സസ്യജാലങ്ങളോടും മരത്താണേലും എന്താണേലും അതിനോടുണ്ടാകണം. എങ്കിലേ നമുക്ക് ചെയ്യുന്ന അതിൽ നിന്ന് സംതൃപ്തി ഉണ്ടാകും. അതാണ് ഏറ്റവും വലിയ ആധ്യാത്മികത എന്ന് പറയുന്നത്. അതിലപ്പുറത്തോട്ടൊന്നുമില്ല. അല്ലാതെ നമ്മൾ കുറേ പ്രസംഗിച്ചുകൊണ്ടോ പഠിച്ചുകൊണ്ടോ മാത്രമായില്ല. ഈ സർവ്വജീവജാലങ്ങളോടും മരവാണേലും പുഴുവാണേലും പക്ഷിയാണേലും പുലിയാണേലും സിംഹമാണേലും ഒക്കെ അതിനോട് നമുക്ക് ആ ഒരു സ്നേഹം തോന്നത്തക്ക രീതിയിലേക്ക് വരണം. എങ്കിലേ അത് നമ്മൾ പ്രവൃത്തിയും പ്രസംഗവും തമ്മിൽ ഈക്വലായിട്ട് പോവുകയും. അതാണ് ആധ്യാത്മികത. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് ചിന്ത. ശിവഗിരി വന്നതിന് ശേഷം അവിടുത്തെ പഠിത്തം തുടർന്നുകൊണ്ടിരിക്കുമ്പം സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത് എപ്പോഴാണ്, ആരിൽ നിന്നുമാണ്? യഥാർത്ഥത്തിൽ എൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നൊരു കാര്യം, സന്യാസ ദീക്ഷ എന്ന് പറഞ്ഞാൽ ഇത് കുറേയെല്ലാം പഠിച്ചതിന് ശേഷം ഒരു യാത്രയൊക്കെ പോയി വന്ന് കറങ്ങി വന്നതിന് ശേഷം വേണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് 95 സിവിലിലെ പ്രശ്നങ്ങളൊക്കെ കേസും ഒക്കെ ആയിട്ട് വന്ന് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് പിന്നെ ഞങ്ങളെ പ്രകാശ് സ്വാമി ഉൾപ്പെടെയുള്ളവർ, കൈലാൻ സ്വാമി ഉൾപ്പെടെയുള്ള എല്ലാം കൂടി തിരിച്ചു തന്നു. അപ്പോൾ അടുത്ത ഇത് വരുമ്പോഴത്തേക്കും സന്യാസം കൊടുത്ത് കുറച്ച് മെമ്പേഴ്സിനെ വന്നാലേ ചുറ്റും എന്നുള്ളൊരു രീതി വന്നു കഴിഞ്ഞപ്പം ബാക്കി എല്ലാവരോടും എന്നോട് ചോദിച്ചു, ഞാൻ സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ഇരിക്കുന്നത്. എന്നോട് ചോദിച്ചില്ല, ഞാൻ ശിവരിലുണ്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചില്ല. അപ്പം ബാക്കി ഉള്ളവരെല്ലാം വന്നു കഴിഞ്ഞ് 2-3 ദിവസത്തിന് മുൻപാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞത്. ഞാൻ സന്യാസം സ്വീകരിക്കുന്നില്ല എന്ന് വേഗം 2-3 പേരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ അണ്ണൻ സന്യാസം സ്വീകരിക്കുന്നത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നിങ്ങനെ വന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ വിശുദ്ധാൻ സ്വാമിയും കൈലാൻ സ്വാമിയും ഒക്കെ കൂടെ എന്നെ വിളിപ്പിച്ചു പറഞ്ഞു, ഞാനിങ്ങനെയാണ് എൻ്റെ താല്പര്യം ഇരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിന്നെ നിങ്ങളാരും എന്നോട് ചോദിച്ചുമില്ല. അപ്പം ശരി ബാക്കി പഠിക്കുന്നതിനും പറ്റുമൊക്കെ അല്ല. അന്നേരം ഞാൻ മറ്റൊരു കണ്ടീഷൻ വെച്ചതാണ്, സന്യാസം സ്വീകരിച്ചു എന്ന് വെച്ച് എവിടെയെങ്കിലും ബ്രാഞ്ചിൽ വിടുകയൊന്നും ചെയ്യാൻ പാടില്ല, പഠനം തുടരാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. അത് ബാക്കിയുള്ള ഉത്തരവാദിത്വം തന്നാൽ ചെയ്യുകയും ചെയ്തോളാം, ഇവിടെ തന്നെ നിന്ന് പിടിക്കാനുള്ളതാണ്. അങ്ങനെയാണ് ശിവരിൽ നിന്ന് 2 കൊല്ലം കൂടെ പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ എല്ലാം ഇറക്കി വിട്ടു, കേസും പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ പിന്നെ പന്മന കൈലാൻ സ്വാമി അവിടെ പഠിപ്പിക്കുന്നുണ്ട്, സ്വാമിയുടെ അടുത്തോട്ട് ഞാൻ പോകുകയും അവിടെ 7 വർഷം നിന്നു. ആ 7 വർഷം കൊണ്ടാണ് ഭഗവത്ഗീത 2 പ്രാവശ്യം എടുത്തു,
പിന്നെ ഉപനിഷത്ത് 10 പഠിച്ചു കഴിഞ്ഞു. ഒന്നല്ല രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ റിവിഷൻ മറന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ അവിടുന്ന് 2003 പിന്നെ പൻപനയിൽ നിന്ന് പഠിത്തം നിർത്തി ബോംബെയിലേക്ക് പോകുന്നത്. പിന്നെ സന്യാസം എന്നോർത്തുകൊണ്ട് സന്യാസം അന്ന് സ്വീകരിച്ച് മോശമായി പോയെന്നോ അല്ലെങ്കിൽ പക്വത ആയില്ലെന്നുള്ള ആ ഒരു ചിന്താഗതിയൊന്നും തോന്നിയിട്ടില്ല. അപ്പം സന്യാസം സ്വീകരിച്ച് എന്തുകൊണ്ടും നല്ലതായിട്ടാണ് ഇതുവരെയുള്ള അനുഭവം ഉണ്ടാകുന്നത്. എന്നിട്ട് 100% നമുക്ക് കൂറ് പുലർത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ഏതാണ്ടൊരു 50% പുലർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധമുണ്ട്. സ്വാമിജി, അങ്ങ് ഒരു സന്യാസിയാണ്, അതോടൊപ്പം നല്ലൊരു കർഷകനുമാണ്. ഇതെങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ വന്നത്? ഒരു കർഷകനും സന്യാസിയും ഇത് രണ്ടും ഒരുമിച്ച് എങ്ങനെയാണ് ഒരു കണക്ഷനായിട്ട് വരുന്നത്? അത് സന്യാസി ആകുന്നതിന് മുമ്പ് ഞാനൊരു കർഷകനാണ്. അതായത് ഇടുക്കിയിലാണ് വീട് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഞങ്ങൾക്ക് സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എല്ലാ കൃഷികളും ഉണ്ട്. ഏലം, കാപ്പി, ഏലം പിന്നീടാണ് വന്നത്. കുരുമുളക്, കാപ്പി, കമുക്, തെങ്ങ്, ഏലം, പിന്നെ ഉള്ളതിൽ തേയില, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കൃഷികളും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ പശുവും ആടും, കോഴിയും പട്ടിയും പന്നിയും എല്ലാ സാധനവും ഉണ്ട്. എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്ക് പട്ടിയോടും മൃഗങ്ങളോടും ജീവജാലങ്ങളോടും ഭയങ്കര ഇഷ്ടമാണ്, ചെറുപ്പം മുതലേ. അത് പോരാത്തതിന് പശു ഒന്ന് പ്രസവിക്കുകയോ ആട് പ്രസവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അതിൻ്റെ മാവ് വീഴുന്നത് വരെ രാത്രിക്കൊക്കെ ഉറക്കടച്ചിരിക്കുന്നത് ഞാനാണ്. തീ കത്തിച്ച് വെച്ചുകൊണ്ടിരിക്കുവാൻ ചെറുപ്പം 4ാം ക്ലാസ്സിൽ പഠിച്ച അവസരത്തിൽ പോലെ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഇത് പോയി കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ ഒക്കെ വഴക്ക് പറഞ്ഞാൽ പോലും ഞാൻ പോയി കിടക്കാനായിരുന്നു. ഇത് അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുഞ്ഞുങ്ങളെ എടുത്ത് വെച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ നടക്കുമായിരുന്നു. എൻ്റെ ആടിൻ്റെ മണമുണ്ടെന്ന് പറഞ്ഞിട്ട് എപ്പോഴും പട്ടിയാണേലും അതുപോലെ, പൂച്ചയാണേലും അതെ. അപ്പോൾ പക്ഷേങ്കിൽ അവരുടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആകുമ്പോഴത്തേക്കും അവരുടെ ആ സ്നേഹം നമ്മളൊന്ന് കാണണം. അതാണ്. അപ്പോൾ ഇതൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നതാണെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് മഴയത്ത് നനഞ്ഞ്, നല്ല തണുപ്പാണ്, ഏലത്തിൻ്റെ പണിയെല്ലാം ആയിരിക്കും, അല്ലാതെ ഏതാണെങ്കിലും പുലിയത്താണെങ്കിലും എന്താണെങ്കിലും കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പം അടുപ്പെങ്കിൽ കയറി അടുപ്പിൻ്റെ പാതകത്തെ കയറിയിരിക്കും. നമുക്ക് കാപ്പി കൊണ്ടുവരും, നല്ല ചൂട് കാപ്പി, നല്ല രസമാണ്. അപ്പോൾ ആ തണുപ്പത്ത് നമ്മൾ കുളി കഴിഞ്ഞേച്ച് പുതിയ ഒരു ഡ്രസ്സ് എടുത്ത് ഉണങ്ങി ഇടുന്നത് തന്നെ ഭയങ്കര ഒരു സുഖമാണ്. ആ സുഖമൊന്നും നമുക്ക് സാധാരണ ഉള്ളിടത്ത് ഇവിടെ ഒന്നും കിട്ടുകയല്ല. അത് അങ്ങനെ തണുത്ത് വിറച്ച് ഇങ്ങനെ വരുന്നേച്ച് ഓടിച്ചെന്ന് കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞേച്ച് വരുമ്പം തുണിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അടുപ്പൊക്കെ കയറിയിരിക്കും. അടുപ്പയിൽ കയറിയിരിക്കുന്ന അവസരത്തിൽ പൂച്ചക്കുഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് അവൻ ആദ്യമേ ഒരു കൈ വെച്ച് നോക്കും, എന്നിട്ട് മുകളിലോട്ട് നോക്കും. അന്നേരം ഞാൻ മിണ്ടാതിരിക്കും. അടുത്ത കൈയും കൂടെ വെച്ച് നോക്കും, ഇതിനെ മുകളിലോട്ട് നോക്കും. അത് കഴിഞ്ഞേച്ച് അതൊക്കെ നമുക്കൊരു എന്താണ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് മനസ്സിലാകും ഇത് ഉപദ്രവിക്കാത്ത ആളാണ്. എന്നുവെച്ചാൽ ഒരനിയന് പൂച്ച മടിയിലിരുത്തുകയല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മടിയിൽ കയറിയിരിക്കും. അപ്പോൾ മടിയിൽ കയറി ഇരുന്ന അവസരത്തിൽ തന്നെ ചക്ക വറുത്തത് കാപ്പി ഒഴിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ചക്ക ഇഷ്ടംപോലെ ഉണ്ട്. അത് വറുത്തത് മിക്കവാറും എപ്പോഴും കാണുന്നുണ്ട്. ചക്കയോ വാഴക്കായോ എന്തെങ്കിലുമൊക്കെ വരുന്നു, നിങ്ങളതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ ചക്ക ഒരു ദിവസം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അനിയന്മാരന്ന് വന്നിട്ടില്ല. അന്നേരം കുളി കഴിഞ്ഞിട്ട് വന്നിട്ടില്ലെന്നും ഞാൻ തന്നെ അടുപ്പെങ്കിലും ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഇവൻ എൻ്റെ മടിയിൽ കയറി ഇരുന്നിച്ച് ഞാൻ ചക്ക എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അതിലോട്ട് നോക്കും. അതിങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിങ്ങനെ ഞാൻ വായിലിട്ടിടുമ്പോഴത്തേക്കും അതുപോലെ തന്നെ തല ഇങ്ങനെ മുകളിൽ കൊണ്ടുവന്നിട്ടിരിക്കും. ഒരു 4-5 പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുത്ത ചക്ക എടുത്ത് വെച്ച് ഇങ്ങ് പോന്നു. ഇവൻ എൻ്റെ അടിയിലിരിക്കും. ഇവന് എൻ്റെ കയ്യെ എനിക്ക് കയറി പിടിച്ചു. ഇപ്പോഴും ഞാനത് ഓർത്തിരിക്കും. അപ്പോൾ എനിക്കിങ്ങോട്ട് തരണമെന്നുള്ള ഒരിതാണ് അവനന്നേരം പറയുന്നത്. അതൊക്കെ എത്ര നമുക്ക് ഓർത്താൽ എത്ര ഹൃദ്യമാണ്. അതാണ്. അതുപോലെ തന്നെ ആട്ടിൻകുട്ടികളാണേലും അതെ, പശുകുഞ്ഞുങ്ങളാണേലും അതെ, പശുവാണേലും അതെ, എന്നെ കാണുമ്പോഴേ ഭയങ്കര സ്നേഹത്തോടു കൂടി എടുത്തുകൊണ്ട് നടക്കുകയും എല്ലാം ചെയ്യുന്നതൊക്കെ കൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ. അതുപോലെ തന്നെ പശുവിന് പുല്ല് ചെത്തി കൊടുക്കുന്നതും പിന്നെ കപ്പയും കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴും ഇവിടെ വന്നിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യും. കപ്പ നമ്മൾ നട്ട് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കിഴങ്ങ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് മണ്ണ് വിണ്ടുവരും.
നല്ലപോലെ വിളവുണ്ടെങ്കിൽ അങ്ങനെ മണ്ണ് വീഴുള്ളൂ. അപ്പോൾ ഇതൊന്ന് മാന്തി നോക്കും. അങ്ങനത്തെ ഒരു ആങ്സൈറ്റിയാണ്. അതായത് ഒരു കൊച്ചുകുട്ടിയുടെ ആങ്സൈറ്റിയോട് കൂടി നമ്മൾ മാന്തി നോക്കും. ഇപ്പോഴും നിന്ന് നോക്കാം. പിള്ളേർ വഴക്ക് പറയും, നമുക്ക് നാണമില്ല ഇത്. അപ്പോൾ മാന്തി നോക്കുന്നത് വെച്ചാൽ നമുക്ക് ഇത് എന്തേരം വളർന്നു എന്നുള്ളതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു അങ്ങേയറ്റത്തെ ഒരു ആങ്സൈറ്റിയാണ് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും. മറിച്ച് നമ്മൾ കഴിക്കുന്നതിലൊന്നുമല്ല. ഇന്നിപ്പം എല്ലാവർക്കും അതല്ല, ആ ഒരു ശ്രദ്ധയൊന്നുമില്ല. ഒന്ന് വളർന്നു കഴിയുമ്പോൾ വാടി നിൽക്കുന്ന ഒരു ചെടി കണ്ടു കഴിയുമ്പോൾ വിഷമമോ ഒന്നും തോന്നുകയില്ല ആർക്കും. എനിക്കതല്ല, ഞാനതുകൊണ്ടാണ് പറയുന്നത്. പലരോടും പറയും ചെടി വെക്കാം, മരം വെക്കാം, ഇത്ര വെക്കാട്ട് എന്നൊക്കെ പറയുന്ന അവസരത്തിൽ ചെടി വെക്കുന്നതിന് കുഴപ്പമില്ല, 10 വെച്ചാൽ 10 വെച്ച് പിടിപ്പിച്ചോണം. അത് വേനൽക്ക് വെള്ളം ഒഴിക്കാതിരുന്ന് വാടിപ്പോകുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ഇപ്പം എനിക്ക് കഴിഞ്ഞ മുമ്പിലത്തെ വർഷം ഒരാൾ ഇവിടെ കൊണ്ടുവന്ന് തന്നാണ് ജാതി തയ്യ്. ജാതി ബഡ് തയ്യാണ്. 400 രൂപ വിലയുള്ള സാധനം കൊണ്ടുവന്ന് ഞാനത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം വരെ അത് വെള്ളം ഒഴിച്ചു. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് വെള്ളം ഒഴിക്കായിരുന്നു തുടങ്ങി. വലിയൊരു വിഷമമാണ്. അതുപോലെ വേറെ 1-2 മരങ്ങളുമൊക്കെ പോയപ്പോൾ ഒരു കുടംപുളി പോയായിരുന്നു ഇങ്ങനെ ഉള്ള അവസരത്തിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് മരങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കണം. എത്രത്തോളം ചെടിയും കാര്യങ്ങളും പുല്ലും ഒക്കെ ഉണ്ടോ അത്രത്തോളം നമ്മൾ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ അത് ഏതായാലും കുന്നമ്പാറ വന്നതിന് ശേഷം ഇഷ്ടം പോലെ മരങ്ങൾ ഞാൻ വെച്ച് പിടിപ്പിച്ചു. അതിൻ്റെ ചിലപ്പം ചില സമയത്ത് ക്ഷേത്രത്തിൻ്റെ താഴോട്ട് ഞാൻ പോകുമ്പോൾ കാറ്റ് വരുമ്പോൾ ഇലകൾ ആടുമ്പോൾ എനിക്ക് വന്നാൽ അവരെന്നെ സ്വാഗതം ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കുന്നു. ആ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിലേ നമുക്കത് കൊണ്ട് വരുള്ളൂ. ഇല്ലെങ്കിലില്ല, ഓ എന്നാ മരം എന്ന് തോന്നിച്ചാൽ അതിൻ്റെ ഇടയ്ക്കൂടെ പോയോണ്ടായില്ല. അപ്പം അത് വളർന്നു വരുന്നത് ഇപ്പോഴാണ് ഇലഞ്ഞി എന്ന് പറഞ്ഞ ഒരെണ്ണം അവിടെ ഇല പൊഴിഞ്ഞ് കിടപ്പുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ നട്ടിട്ട് കണ്ടു. വെച്ചാൽ അതിന് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി പിന്നെ വെള്ളം ഒഴിക്കേണ്ടതാണ്. അത് 10-15 വർഷം ആയതാണ് നട്ടിട്ട്. എന്നിട്ട് പോലും പാറപ്പുറത്തായതുകൊണ്ട് അത് ഇല പൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പം അത് വളർന്ന് കാണുന്നതും കാറ്റ് എന്നതും ഒക്കെ ആയിട്ടുള്ളത്. ഇപ്പോഴും ഈ വർഷം ഞാനതുകൊണ്ട് നമുക്ക് 10 വെക്കാൻ പറ്റുമെങ്കിൽ 10 വയ്ക്കുക, 1 വെക്കാൻ പറ്റുമെങ്കിൽ 1 വയ്ക്കുക. അതിനെ സംരക്ഷിച്ചെടുക്കണം. ഇപ്പം തന്നെ പാറയുടെ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് പാറയുടെ സൈഡിലൊരു ആല് വെച്ചിട്ടുണ്ട്. ഈ വർഷം വെച്ചാണ്. ഇന്നലെ അതിനുകൊണ്ട് വെള്ളം ഇട്ട് ചാണകം ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ വേര് ഇനി പുറത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളത് പൈപ്പിനകത്താക്കി നീളത്തിലൊക്കെ മാറ്റി വിട്ട് കഴിഞ്ഞാൽ പാറയിൽ നിന്ന് മണ്ണിലുള്ളിടത്തും വരെ കൊണ്ടുപോയി ഇട്ട് കഴിയുമ്പോൾ അതങ്ങ് പിടിച്ചോളും. ഇവിടെ ഇപ്പോൾ ഒരു 5-8 ആൽമരം ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വണ്ടി വന്ന് നിർത്തുന്നിടത്തൊരെണ്ണമുണ്ട്, അതിൻ്റെ താഴെ തൊഴുത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരെണ്ണമുണ്ട്. അതൊക്കെ 2-3 വർഷമായല്ലോ വെച്ചിട്ട്. അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണമെല്ലാം മാറി കഴിയുമ്പോഴത്തേക്കും അടുത്തത് വെക്കുക. ഈ കൊല്ലം 3 വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ നമ്മൾ വൃക്ഷലാഭാത് പുത്രലാഭാത് വൃക്ഷലാഭം എന്ന് പണ്ടൊരു ചൊല്ല് പറയും. എന്നാൽ ഒരു പുത്രൻ ഉണ്ടാകുന്നതിനേക്കാളും നല്ലതാണ് ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു ഇത് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും ഈ മരങ്ങളൊക്കെ നിന്നോളും. അതാണ് അതിൻ്റെ ഇത്. അത് ജീവജാലങ്ങൾക്ക് മുഴുവനും, മറ്റ് പ്രാണികൾക്കും പക്ഷികൾക്കും പാമ്പിനും എന്ന് വേണ്ട എല്ലാ ജീവജാലങ്ങൾക്കും അത് തണലേക്ക് നിൽക്കുകയല്ലേ. അതാണ്. അപ്പം അത് ഭയങ്കര നമുക്കൊരു അനുഭൂതിയാണ്. അപ്പോൾ കൃഷിയോടുള്ള ഏത് കൃഷിയും പിന്നെ ഉള്ളത് ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവൻ കൃഷിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് തീർത്ഥാടന വിഷയങ്ങളിൽ ഒന്ന് കൃഷിയാണ്. 8 വിഷയങ്ങൾ പറഞ്ഞതിൽ ഒന്ന് കൃഷിയാണ്. അതിൽ ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷിയാണെന്ന് പറയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസമാണെന്നൊക്കെ പലരും പറയും. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വിദ്യാഭ്യാസം ചെയ്യണമെങ്കിൽ കൃഷി ചെയ്ത് ഭക്ഷണമില്ലെങ്കിൽ എത്ര കാലം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷിയാണ്. ആ ഭക്ഷണം ഗുരുദേവൻ പറഞ്ഞേക്കുന്നത് കൃഷി ജീവരാശിയുടെ നട്ടെല്ലാണെന്നാണ് പറയുന്നത്. അത് ഈ അർത്ഥത്തിൽ വെച്ചാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് കൃഷിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ആ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുകൊണ്ട് പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. അതിൽ കൂടുതൽ വേറൊന്നും വേണ്ട, ആരുടെ സർട്ടിഫിക്കറ്റും വേണ്ട, ഒന്നും വേണ്ട. ഇതാണ് സ്വാമിജി. ഈ കുന്നുംപാറ എന്ന് പറയുന്ന ഒരു പ്രദേശം ശരിക്കും പാറകളാണ് ചുറ്റും. അപ്പം അങ്ങ് ഇവിടെ ഇപ്പം 19 വർഷത്തോളമായി ഈ ഒരു കുന്നുംപാറ പ്രദേശത്ത് നിൽക്കുന്നു. ഈ ഒരു ആശ്രമത്തെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അതിനോടൊപ്പം കൃഷിയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ പാറ പ്രദേശത്ത് ഏതൊക്കെ ചെടികൾ വളരും ഈ സാഹചര്യത്തിനനുസരിച്ച് എന്നുള്ളത് അറിഞ്ഞാണല്ലോ അങ്ങ് ഓരോ ഇത് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഈ ഒരു സ്ഥലത്തെ ഭൂപ്രകൃതി തന്നെ മാറിയിട്ടുമുണ്ട്. ആ ഒരു
അത്രയും ആത്മാർത്ഥതയോട് കൂടി അങ്ങ് മനസ്സിലാക്കി ഈ ഒരു പ്രകൃതിയെ തന്നെ മനസ്സിലാക്കി പ്രവർത്തിച്ചതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സാധിച്ചത്? അതായത് ഏത് ഒരു സ്ഥലം കാണുമ്പോൾ അവിടെ എന്തൊക്കെ നട്ടാൽ പിടിക്കും, എന്തൊക്കെയാണ് നടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് യഥാർത്ഥ കർഷകനറിയാം. പോരാ തന്നെ ഇവിടെ പാറക്കെട്ടായതുകൊണ്ട് ഇതിൽ പലതും പിടിക്കണമെങ്കിൽ അത് നല്ലപോലെ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വെള്ളവും വളവും ഉണ്ടെങ്കിൽ മാത്രം. അതുകൊണ്ട് പശുവിനെ വളർത്തുന്നുണ്ട്. 10, 20, 30 പശുവിനെ അവിടെ വളർത്തിയിട്ടുണ്ട്. ഇപ്പം 10, 20 ഉണ്ട്. അപ്പം അതിൻ്റെ ചാണകവും ഗോമൂത്രവും മാത്രം വച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അതിൽ ഇപ്പം ഇവിടെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് കഴിക്കാനുള്ളത് മാത്രമല്ല. മുമ്പ് പറഞ്ഞതുപോലെ വൃക്ഷലാഭാത് പുത്രലാഭാത് വൃക്ഷലാഭം എന്ന് പറഞ്ഞല്ലോ. അപ്പം അതുപോലെ അത് കണക്കാക്കി ഇപ്പം ഇതിൻ്റെ അകത്ത് പാറക്കെട്ട് തന്നെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ആണേലും അവിടെയൊക്കെ ആല് വെച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ രക്തചന്ദനം വെച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കറവേങ്ങ എന്ന് പറയുന്ന സാധനം അതും പിടിച്ചു നിന്നോളും. ഈ രക്തചന്ദനം പിടിച്ച് നിൽക്കും എന്ന് കണ്ടത് രമണ മഹർഷിയുടെ ആശ്രമത്തിൽ തിരുവണ്ണാമല ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. രക്തചന്ദനം ഇതിങ്ങനെ പാറയുടെ മുകളിൽ, പാറയുടെ സൈഡിലാണേലും എവിടെയാണേലും പിടിച്ചു നിന്നോളും. അത് ഉണക്കിയൊക്കെ ഇല്ലെന്നുള്ളതാണ് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒരു രക്തചന്ദനം മേടിച്ച് വെച്ചത് ഇപ്പം ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ട് വശത്ത് താഴത്തെ സ്റ്റെപ്പം ഇറങ്ങുന്ന അതിൻ്റെ സൈഡിലായിട്ട് തൈ കൊണ്ടുവന്ന് വെച്ചു. അത് പിടിച്ച് ഇപ്പോൾ ഏതാണ്ട് ഒരു തെങ്ങിൻ്റെ വണ്ണത്തോളമായിട്ടുണ്ട്. നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അത് പൂവും കായും ഒക്കെ ആയി. കഴിഞ്ഞ വർഷം മുതലേ പൂത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തൈയൊന്നും കിളുത്ത് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ 3 എണ്ണം ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ അത് 3 വേങ്ങയായിപ്പോയി. 2 ഒരുപോലെയാണ് ഇല. തൈ കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുള്ളൂ. അങ്ങനെ പിന്നീട് എനിക്ക് ഇവിടെ പീച്ചി ഡാമിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു പയ്യൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം പുള്ളിക്കാരന് ഈ മരത്തിനോടും ഇതിനോടും എല്ലാം നല്ല താല്പര്യമുള്ള ആളാണ്. പുള്ളി അവിടുന്ന് 10 ഈ രക്തചന്ദനത്തിൻ്റെ തൈ കൊണ്ടുവന്നിട്ട് അതിലിപ്പം 3-4 എണ്ണം പിടിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും പിടിച്ചിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഉണക്കിനെ പിടിച്ചു നിൽക്കുന്നൊരു സാധനമാണത്. അതുകൊണ്ട് കുറേയെങ്കിലും ഒന്ന് മണ്ണ് ശകല പാറക്കെട്ടായിട്ട് ഇരിക്കുന്നത് വെറും തനിപ്പാറ അല്ലാത്തടത്തൊക്കെ അത് വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ വേരെതിലേലുമൊക്കെ 2-3 വർഷം നമ്മളൊന്ന് പരിശ്രമിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വേരെതിലേലുമൊക്കെ ചെന്ന് പിടിച്ചോളും. ഇപ്പം 2 എണ്ണം അതുപോലെ നട്ടത് 2 എണ്ണം ഇപ്പം വളർന്നതിൻ്റെ 5-8 അടിയോളം ഉയർന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ഈ വർഷം അതിന് വെള്ളം ഒഴിക്കണം. എങ്കിലും അതിൻ്റെ ഇലയൊന്നും പൊഴിഞ്ഞു പോകാതെ ഉണക്കയേക്കാതെ നിൽക്കുന്നുണ്ട്. അതിനൊരു വേങ്ങ അതുപോലെയാണെന്ന് തോന്നുന്നു. അതിനൊരു സാധനം വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തൈ ആണെങ്കിലും വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിലൊരു കിഴങ്ങ് പോലൊരു സാധനം ഉണ്ടായി വരുന്നുണ്ട്. ഇത് വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഇത്രയും പെട്ടെന്ന് ഉണങ്ങാതെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഉള്ളത് നമ്മൾ അവിടെയൊക്കെ ഇപ്പം ഞാനിപ്പോൾ ഈ തൊഴുത്തിൻ്റെ തൊട്ട് ഭാഗത്ത് ഇങ്ങേ സൈഡിൽ അവിടെയൊക്കെ ഉള്ളത് പുല്ലിട്ടേക്കുന്ന മുഴുവൻ തനി പാറപ്പുറത്താണ്. ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അവിടെ മുഴുവൻ പുല്ലുണങ്ങും. അവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലം ആകുമ്പോഴത്തേക്കും വേനൽക്കാലത്താണെങ്കിൽ ഇടാറുണ്ടായിരുന്നു. അവിടെ ഈ പശുവിൻ്റെ വേസ്റ്റായിട്ടുള്ള പുല്ല് കിട്ടുന്ന മുഴുവൻ അവിടെ കൊണ്ടുപോയിടും. അതിൻ്റെ ഇടയ്ക്ക് ഗോമൂത്രവും ചാണകവും കൂടെ കൂട്ടിയുള്ളത്, ചാണകം കഴുകുന്ന വെള്ളവും പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും ഗോമൂത്രവും എല്ലാം കൂടെ കൂട്ടി ടാങ്കിലേക്ക് ഇടുക. അത് പിന്നെ ഈ പുല്ലിന് മുകളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല സ്ലറിയാണ്. അത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല വളം കിട്ടും, വെള്ളവും കിട്ടും. അങ്ങനെ പുല്ല് വെച്ച് പിടിപ്പിക്കാനായിട്ടുള്ള വേനൽക്ക് പറ്റിയല്ല, മഴക്കാലത്താണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പിടിപ്പിച്ചതാണ് തൊഴുത്തിന് താഴോട്ടുള്ള പുല്ല് മുഴുവൻ പാറയുടെ പുറത്ത് തന്നെ വെച്ച് പിടിപ്പിച്ചതാണ്. അവിടെ വേറെ മരങ്ങളൊന്നും വെക്കാനായിട്ട് പറ്റില്ല. പിന്നെ പ്രധാനത്തമ്മയിൽ നിന്ന് കൊടുന്നൊരു പ്ലാവിൻ്റെ മാത്രം അവിടെ നിൽപ്പുണ്ട്. വേറെ ഒന്നും അങ്ങനെ പിടിച്ചിട്ടില്ല. പ്ലാവും ഇച്ചിരി മടിയായിട്ട് നിൽക്കുന്നു. ഏതായാലും അതിന് വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഇതൊക്കെ കുറേ കിട്ടുന്നുണ്ട്, കുറച്ച് മണ്ണുണ്ട്, അങ്ങനെ നിൽക്കുന്നു. പിന്നെയുള്ളതിൽ നമ്മൾ ഇവിടെ വെക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് പൈനാപ്പിൾ പിടിച്ചോളും. പൈനാപ്പിൾ വലിയധികം നമ്മൾ സംരക്ഷിക്കേണ്ട, തീരെ അങ്ങ് ഉണങ്ങിപ്പോവുകയല്ല. പിന്നെയുള്ളത് ഈ ഡ്രാഗൺ ഫ്രൂട്ട്, അത് പിടിച്ചോളും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കുറേശ്ശെ വെച്ച് പിടിപ്പിച്ച് മുഴുവനൊന്നും വെച്ച് പിടിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. സംരക്ഷിക്കാൻ പറ്റുന്നത് മാത്രം നമ്മൾ വെക്കുക. 10 എണ്ണം വെക്കുകയാണെങ്കിൽ ആ 10 എണ്ണം നമ്മൾ പിടിപ്പിക്കുക. അങ്ങനെ പൈനാപ്പിളൊക്കെ നല്ല ഭയങ്കര മധുരമാണ്. പിന്നെ അത് കുറേയൊക്കെ ഈ മറ്റ് പക്ഷികളുമൊക്കെ ഒന്ന് തിന്നാറുണ്ട്.
പിന്നെ അവർക്കും ഇഷ്ടപ്പെട്ടതല്ലേ, അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതല്ലേ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളതങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ മറ്റു പച്ചക്കറികളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ ചീരയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചീര, വെണ്ട, വഴുതന, പിന്നെ കത്തിരി എന്നിവ തുടങ്ങി ഇതുള്ളതൊക്കെ. അതുപോലെ തന്നെ കപ്പ, ചേന, ചേമ്പ്, ചെറുകിഴങ്ങ്, മുക്കിഴങ്ങ്, ഇങ്ങനെ ഉള്ള സാധനങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കും. ചേനയാണ് ഏറ്റവും പ്രധാനം. അതിൽ ചേനയ്ക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ചേന ഇപ്പോൾ എല്ലാവരുടെയും വിശ്വാസം ഇരിക്കുന്നത് അത് കുംഭത്തിലാണ് നടുന്നത്. അങ്ങനെയൊന്നുമില്ല, മാസവും സമയമൊന്നുമില്ല, ഏത് സമയം വേണേലും ചേന നട്ടുവിടാം. അതായത് കഴിഞ്ഞ വർഷം ഞാൻ ഒക്ടോബർ മാസത്തിൽ നട്ടത് ചേന, നവംബർ മാസത്തിൽ നട്ട ചേന മെയ് മാസം ആയപ്പോഴത്തേക്കും പറിച്ചെടുത്തു. നല്ല 10-20 കിലോ ഉള്ള കിട്ടിയിട്ടുണ്ട്. പിന്നെ കൃഷി ചെയ്യുന്നത് നമ്മളെപ്പോഴും അങ്ങനെ അത്രയും വിളവുണ്ടാക്കിയെടുക്കുന്നത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് എഫർട്ട് കുറവുള്ളത്. അതായത് ഒരു കപ്പ നട്ട് നമ്മൾ നല്ലപോലെ അതിന് അകലത്തിൽ നട്ട് കഴിഞ്ഞിട്ട് അതിനൊരു 2-3 പ്രാവശ്യം ചാണകവും കൂടി ഇട്ട് വളവും ഇട്ട് വെള്ളം ഒഴിച്ച് ചാരമൊക്കെ ഇട്ട് നിർത്തുകയാണെങ്കിൽ 40 കിലോ വെച്ചുള്ള കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, 45 കിലോ ഉള്ള ചേന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചേനയുടെ ചുവട്ടിൽ എനിക്ക് പോയി നിൽക്കാമായിരുന്നു. 6 അടി പൊക്കമുള്ള എനിക്ക് അതിൻ്റെ കീഴേ നിൽക്കാമായിരുന്നു. അത്രയും ശകലം വലിപ്പമുള്ള നട്ട് അതിന് വളം അതുപോലെ ഇട്ട് കഴിഞ്ഞിട്ട്, എന്നാലും ഇത്രയും വളരുമെന്ന് ഞാൻ ഓർത്തില്ല. അത് 45 കിലോ ഉണ്ടായിരുന്നു ആ കപ്പ, ചേന. അപ്പോൾ ആ രീതിയിൽ വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് എല്ലാ പ്രദേശത്തും കൂടെ കൊണ്ടുപോയിട്ട് 45 വേണമെങ്കിൽ ഒരു 4 കിലോ തന്നെ 10 ചേന ഉണ്ടായാലേ പറ്റുള്ളൂ. അത്രയും എഫർട്ട് വേണ്ട ഇതിന് ഒരെണ്ണത്തിന് ചെയ്ത് കഴിഞ്ഞാൽ. ഒരെണ്ണത്തിന് ചെയ്യാൻ അതിനേക്കാൾ കൂടുതൽ വിളവുണ്ടാകുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കണം. പിന്നെയുള്ളത്, ഇവിടെ ഈ നമുക്ക് പ്ലാവ് ഏറ്റവും നല്ലതാണ്, ഗുരുദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മരമാണ് എങ്കിൽ പോലും പ്ലാവിന് വെള്ളം ഒഴിച്ചാൽ മാത്രമേ മുഴുവൻ. കഴിഞ്ഞ വർഷം 3 പ്ലാവ് ചക്ക മുഴുവൻ പൊഴിഞ്ഞു പോയി ഉണക്ക് കാരണം കൊണ്ട്. അപ്പം വെള്ളം ഒഴിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അത് അതുപോലെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഓരോ തട്ടായിട്ടാണ് നിൽക്കുന്നത്. ഈ വർഷം ഇപ്പോൾ ഒരു പ്ലാവ് വരിക്കപ്ലാവായിരുന്നു, അത് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധയുടെ കുറവ് അല്ലേ എന്നുള്ളൊരു പോരാഴികയുണ്ട്. പിന്നെ പശുവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, പശുക്കൾ ഇവിടെ ഇപ്പം 10-20 പശുക്കളുണ്ട്. അതിൽ ചനയുള്ളതുണ്ട്, കുട്ടികളുണ്ട്, കറവയുള്ളതുണ്ട്, അങ്ങനെ ആയിട്ട് വളർത്തുന്നു. പശു ഉള്ളതുകൊണ്ടാണ് ഇത്രയും ചെടികളും എല്ലാം വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നത്. പിന്നെ ഉള്ളതിൽ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉള്ളത് കാരണം കൊണ്ട് പശുവിന് ആണേലും വേനൽ വരുന്ന അവസരത്തിൽ പുല്ലിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കിട്ടുകയില്ല. അങ്ങനെ ഒരു പോരാഴികയും കൂടി ഉണ്ട്, വെള്ളത്തിൻ്റെ ഷോർട്ടേജ്. ഇപ്പം അതിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്, മഴവെള്ള സംഭരണി. ഇവിടെ ഒരു 50 ടാങ്കുകളെങ്കിലും അല്ലെങ്കിൽ കുളമെങ്കിലും ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എവിടെയെങ്കിലും 2-3 ഒരു വശം മാത്രം അടച്ച് കെട്ടിയാൽ അതിനകത്ത് ടാർപാളിലിട്ട് വെള്ളം ഒഴുക്കാൻ സംഭവമുണ്ട്. 2 സൈഡ് കെട്ടിയാൽ എടുക്കാവുന്നതുമുണ്ട്. ലക്ഷക്കണക്കിന് 10-25 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയൊരു ടാങ്ക് ഉണ്ടാക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതുപോലെയുള്ള 50,000 മുതൽ ഈ 25 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം ലിറ്റർ വെള്ളം വരെ ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള ടാങ്കുകൾ കെട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളം മുഴുവൻ ശേഖരിച്ച് വയ്ക്കാം. അത് ശേഖരിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ജനുവരി മുതൽ വെള്ളം ഒഴിക്കാൻ തുടങ്ങിയാൽ മതി. ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് മഴവെള്ളം അതിനകത്ത് സംഭരിക്കാം. അപ്പം അതിനുള്ള പരിപാടികൾ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശ്രദ്ധയിലാണ് ഇനി വയ്ക്കുന്നത്. പിന്നെ ഈ പശുവിനെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല പാല്, നല്ല മോര്, നല്ല നെയ്യ് നമ്മളിവിടെ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. വളരെയധികം എഫർട്ട് വേണം അത് ശ്രദ്ധിച്ചെടുക്കണമെങ്കിൽ. ഇന്നും ഞാൻ നെയ്യ് രാവിലെ എണ്ണയെടുത്ത് വെച്ചിട്ടുണ്ട്, ഉരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ കൊടുക്കുന്നത് വെച്ചൂരിൻ്റേതും മിക്സ് ആയിട്ടുള്ളതും കൂടെ ആയതുകൊണ്ട് 1 ലിറ്ററിന് 1 കിലോയ്ക്ക് 2000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം അത് കുറച്ച് മേടിച്ചിട്ടുണ്ട്, ഇനിയിപ്പോഴും ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാണകമാണേലും നമ്മൾ ഇനി ഉണങ്ങി കൊടുക്കത്തക്ക സംവിധാനത്തിലേക്ക് ആക്കുകയാണ്. ഇവിടെ എക്സസ് വരുന്നുണ്ട് ചാണകം. നമുക്ക് ഇത്രയും കൃഷിക്ക് ഇത്രയും പശുക്കളെ വേണം, അല്ലെങ്കിൽ പശുക്കളെ കൂടുതൽ വളർത്തി എടുക്കുകയാണെങ്കിലും ചാണകം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ഒരു വരുമാനമാണ്. വരവും ചെലവും തമ്മിൽ ഈക്വലൈസ് ചെയ്ത് പോകുന്നില്ലാത്തത് കൊണ്ടാണ് അതിൻ്റേതായ വേറൊരു ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെയുള്ളതിൽ
പശുവിനെ വളർത്തുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് എല്ലാവർക്കും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും പശുവാണ് ഒരു ആകർഷണ അതെ കേന്ദ്രം. അതെ അതെ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളൊരു അച്ഛനും അമ്മയും ഒരു മകനും കൂടെ വന്നു. അവർ വണ്ടി ഇവിടെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ബൈക്കിനാണ് വന്നത്. അവരെല്ലാ മാസവും എന്ന് പറഞ്ഞാൽ ഒരു വന്ന് പോകാറുണ്ട്. ഞാൻ മറന്നുപോയി സ്ഥലം എവിടെയാണെന്നുള്ളത്. തിരുവനന്തപുരം സിറ്റിയിൽ എവിടെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ആ കൊച്ചിനെ സംബന്ധിച്ചുള്ള ഒരു 5 വയസ്സ് കഷ്ടിച്ച് കാണും, അത്രയേ ഉള്ളൂ. അവൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം ഇവിടുന്ന് പണ്ട് ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുകളിൽ ആ സ്റ്റെപ്പിൻ്റെ അടുത്താണ് വണ്ടി കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അത് നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് പോയി, നിങ്ങൾ വേണമെങ്കിൽ പോക്കോ, ഞാൻ പശുവിനെ നോക്കാനായിട്ട് ആദ്യമേ വന്നേക്കണം, അത് കഴിഞ്ഞുള്ള ക്ഷേത്രമൊക്കെ ഉള്ളതെന്നുണ്ട്, പിന്നെ പോയി അന്നേരത്ത് കാണാൻ എന്ന് പറഞ്ഞാൽ അവൻ അന്നേരം ഓടിപ്പിന്ന് കൊച്ചു അവനറിയാൻ പരിചയമുണ്ട്. പശുക്കുട്ടിയെ ചെന്ന് കണ്ടു, അതിനെ തലോടി ഒക്കെ നിർത്തി നിൽക്കുന്നു, ഇതാണ്. അതുപോലെ വേറെ പലരും ഉണ്ട് വന്ന് നോക്കി പശുവിനെ മാത്രം ശ്രദ്ധിക്കുന്ന ആൾക്കാർ. അതായത് അവർക്ക് വളർത്താൻ സാധിക്കുന്നില്ല, പക്ഷെ ഇവിടെ വന്ന് കാണാനും അതിന് ഒന്ന് തലോടാനും സ്നേഹം അനുഭവിക്കാനും ഒക്കെയുള്ള ഇത്. പിന്നെ ഹിന്ദിക്കാരും വേറെ പലരും ആൾക്കാരും പഴങ്ങളും മറ്റുമൊക്കെ ഇഷ്ടം പോലെ എല്ലാ മാസവും കൊണ്ടുവന്ന് കൊടുക്കുന്നവരുണ്ട്. അപ്പം അത് അവരുടെ ഒരു സംസ്കാരമാണ്, അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ഗോമാതാവ് എന്നുള്ള ആ ഒരു ചിന്താഗതി അവർക്കുണ്ട്. നമുക്കാണ് എന്നാ കണ്ടാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്ത് കണ്ടാലും തിന്നുക എന്നുള്ളതല്ലാതെ വളർത്തുക എന്നുള്ളൊരു സ്വഭാവം ഇല്ലാത്ത ആളുകൾ, അതാണ്. അതൊക്കെ നമ്മൾ അവരിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടതാണ്, ഗോമാതാവ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുപോലും ചിന്തിക്കാനുള്ള കഴിവില്ല നമുക്ക്. അതിൻ്റെ ഒരു സാധനങ്ങളും നമ്മൾ കളയാനില്ല പശുവിനെ സംബന്ധിച്ചിടത്തോളം. പശുവിൻ്റെ എല്ലാ സാധനവും ഉപയോഗപ്രദമുള്ളതാണ്. ക്ഷേത്രത്തിൽ പോലും പശുവിൻ്റെ ചാണകം കയറ്റി ഗണപതിയായിട്ടും അല്ലെങ്കിൽ ശുദ്ധികർത്താനും എല്ലാത്തിനും എടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള പശുവിനെ നമ്മൾ കൊന്നു തിന്നാതെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്, പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ശിവഗിരി പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ട്, പക്ഷേ അത് നടപ്പാക്കാൻ പറ്റുന്നില്ല. വേറെ കോലാപ്പൂരും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഞാൻ പോയി പശുവിനെ കണ്ടിട്ടുണ്ട്. 1500 പശുക്കളുണ്ട് കോലാപ്പൂർ ആശ്രമത്തിൽ. അതുപോലെ കാഞ്ഞങ്ങാട് ആശ്രമത്തിലും കൂടുതൽ പശുക്കളുണ്ട്. അവിടെയുള്ളതിലും ഒന്നിനെയും കൊടുക്കാറില്ല. പക്ഷേ നമ്മളത് അവിടെ കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ ഒരു പ്രാവശ്യം ശിവഗിരിയിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തിരുന്നു പശുക്കളെ, ആൺകുട്ടികളെ ഒക്കെ, കാളയും പ്രസവിക്കാൻ മറ്റ് ചനയൊക്കെ നിൽക്കുന്നതിനെയൊക്കെ കൂടെ കൊണ്ടുവരും. പക്ഷെ അതിന് ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്, നമുക്ക് ഒത്തിരി പൈസ മുടക്കാവുകയും ചെയ്യും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആണ് പിന്നീട് അത് വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ജീവജാലങ്ങളെ എല്ലാത്തിനെയും നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി സംരക്ഷിക്കേണ്ടതാണ്. ആ ഒരു ബോധമില്ല. ജീവജാലങ്ങളെ പോയിട്ട് നമ്മുടെ അച്ഛനെയും അമ്മയെ പോലും ഇന്നിപ്പം ശ്രദ്ധയില്ലാതെയാണ് പോകുന്നത്. എത്രയോ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അമ്മൂമ്മ ഈ 2 കേസുകൾ കണ്ടത് കഴിഞ്ഞ മാസത്തിലും അതിന് മുമ്പ് 2 മാസം മുമ്പുള്ളത് വന്നത്. അമ്മൂമ്മ എന്താണ് കഞ്ചാവ് മേടിക്കാൻ പൈസ കൊടുക്കാത്തതിന് വേണ്ടിയിട്ടാണ് അമ്മൂമ്മയെ അറുത്ത് വന്നത്, അപ്പൂപ്പനെ കൊല്ലുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അതൊക്കെ പൈശാചിക സ്വഭാവമാണ്. അതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നമുക്കൊരു സ്നേഹപ്പെടുത്താൻ, അത് എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടാകും. ആ മനസ്സാണ് ആദ്യം വേണ്ടത്. മരത്തിനാണേലും വേണ്ടുകല എല്ലാത്തിനെയും, മരമാണേലും പാമ്പാണേലും പുലിയാണേലും പശുവാണേലും കൃഷി ചെയ്യുന്ന സാധനങ്ങളാണേലും ഒക്കെ, ചീരയാണേലും പച്ചമുളകാണേലും ഒക്കെ ആണേലും അതിനോട് അതിൻ്റെ ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കത് അല്ലെങ്കിൽ ജോലി ചെയ്തു പോരുന്നു എന്നുള്ളത് ആ രീതിയിലല്ല. നമ്മളത് അതുമായിട്ട് ഇഴുകിച്ചേരുകയാണ്, നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ അതിനാണ്. അപ്പോൾ അത് അവിടെ പശുവിൻ്റെ ചാണകമാണല്ലോ മൂത്രമാണല്ലോ അതും മോശമാണല്ലോ മണമുണ്ടല്ലോ എന്നുള്ളതൊന്നും എനിക്ക് ആ ഒരു ചിന്താഗതിയൊന്നുമില്ല. പശുവിൻ്റെ ചാണകം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ചെടിക്കിടുന്നത്. നമ്മളത് കൈ കൊണ്ട് വാരി എടുക്കുന്നതിനൊന്നും ഒരു മടിയില്ല. ചാണകം കിടന്ന് ആകുന്നതിൽ പുളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് സ്മെല്ലാകുന്നത്. അന്നും തന്നെ നമ്മളെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, അതിട്ട് ഒഴുകുന്നത്. അതുപോലെ തന്നെ അത് ഈ കൃഷിയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പം ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പെസ്റ്റിസൈഡാണ് ഗോമൂത്രം എന്ന് പറയുന്നത്. ഇങ്ങേയറ്റം തെങ്ങിന് ഈ ചെല്ലി വരുന്നത്, ചെമ്പൻ ചെല്ലി വരുന്നതിനും കൊമ്പൻ ചെല്ലി വരുന്നതിനും ചെമ്പൻ ചെല്ലി ഉണ്ട്, 2 സൈസുണ്ട്. രണ്ടിനും ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഗോമൂത്രം. അതുപോലെ വാഴയ്ക്കാണേലും ചുവട്ടിൽ കേടൊന്നും വരാതിരിക്കാനായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ചാണകം ഇടുക, ഗോമൂത്രം ഒഴിക്കുക, അതിൻ്റെ കവിളിലും ഒഴിക്കണം. കവിളിലും കൂടി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും മുട്ട ഇടുന്നതല്ല അവിടെ തന്നെ ചത്തുപൊക്കോളും. അപ്പോൾ ഏറ്റവും നല്ലൊരു പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ വേറെ ഒരു സാധനവും ഉപയോഗിക്കാറില്ല. ഈ ഗോമൂത്രം തന്നെത്താനെ അതങ്ങനെ മനസ്സിലാക്കി എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. വേറെ ആരും പറഞ്ഞു തന്നിട്ടല്ല. അത് പണ്ട് മുതലേ വീട്ടിലെങ്ങനെ ഉപയോഗിച്ച് വന്നിട്ടുള്ളതുകൊണ്ട് അത് ഇവിടെ വന്നപ്പോഴും കുറച്ചുകൂടെ നമുക്കത്
പ്രാക്ടിക്കലായിട്ട് നോളജ് കിട്ടാനും ഇടയായിട്ട്. സ്വാമിജി, ആ, അങ്ങ് ഈ മൃഗങ്ങളോടും വൃക്ഷങ്ങളോടും അങ്ങേയറ്റം സ്നേഹത്തോടെയാണ് അതിനെ പരിപാലിച്ച് വരുന്നത്. നമ്മളത് കയറി നമ്മളിത് അങ്ങയുടെ കൂടെ നിന്ന് ആ കൃഷി ചെയ്യുന്നതെല്ലാം കണ്ട് മനസ്സിലാക്കിയപ്പം തോന്നിയതാണ്. ആ ഒരു അത്രയും ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തോടെയാണ് അതിനെല്ലാം പരിപാലിക്കുന്നത്. അപ്പോൾ ഈ 19 വർഷക്കാലം ഈ ഒരു കുന്നുംപറ പ്രദേശത്ത് അങ്ങ് ജീവിച്ചു വരികയാണ്. ആശ്രമം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങ് നട്ടു വളർത്തിയ ഈ പല വൃക്ഷങ്ങൾക്കും നാശം വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. അതെങ്ങനെയാണ് അങ്ങ് ഉൾക്കൊള്ളുന്നത്? അത് പറയുകയാണെങ്കിൽ നമ്മളിപ്പം നാശം എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറികളൊക്കെ എടുക്കുന്നത് അതൊരു കാര്യമല്ലേ. ഇപ്പം ചീരയാണെങ്കിലും കണ്ടിച്ചെടുക്കണം. അത് എന്ത് സാധനമാണെങ്കിലും നമ്മളതിനെ നശിപ്പിച്ചിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് വളർച്ച വരുന്നതിന് പൂർണ്ണമായിട്ട് അവിടെ നിർത്തി കാണാൻ മാത്രമായിട്ടാണെങ്കിൽ പറ്റുകയില്ല. ഇതുകൊണ്ട് ഉപയോഗമില്ലാതെ വരികയല്ലേ. അപ്പോൾ കൃഷിയുടേത് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണ് വരുന്നത്. പിന്നെ മരങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ മരങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞ അപൂർവങ്ങളായ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു. അതൊക്കെ അവിടെ തന്നെ നിർത്തുന്നത്. പിന്നെയുള്ളതിൽ തേക്ക് മരങ്ങളാണ് നമ്മൾ കൂടുതലും ഇതിൻ്റെ പണിക്കൊക്കെ വന്നപ്പോഴും മരങ്ങളില്ലാത്തടം നോക്കിയാണ് ഞാനിത് വെച്ചത്. ഇവിടെ 3 മരം ഉണ്ടായിരുന്നുള്ളൂ. ഈ ബിൽഡിങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 3 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ആ 3 എണ്ണത്തിൻ്റെ ഉള്ള വില എന്ന് പറഞ്ഞാൽ 3 എണ്ണത്തിന് തടി അതാണ് ഇരിക്കുന്നത്. അറുത്ത് കൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട്, അപ്പുറത്തെ ഹാളിലുണ്ട്, അതിന് മുകളിലിരിപ്പുണ്ട്. അത് കണക്ക് കൂട്ടി നോക്കിയപ്പോഴത്തേക്ക് 9,35,000 രൂപയ്ക്കുള്ള മരമാണ്. അപ്പോൾ അത് നമുക്കത് ഗുണം തന്നെയല്ലേ. അത് നമ്മളൊരു നഷ്ടമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണേലും ഒന്ന് നശിച്ചാലേ അടുത്തത് ഉണ്ടാകുകയുള്ളൂ. പിന്നെയുള്ളതിൽ ഒരാൾ വന്നേച്ച് എന്നോട് പറഞ്ഞു, ഇവിടെ ഈ തേക്ക് നട്ടതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരം ഒരു 10 എണ്ണം കൊണ്ടുവന്ന് വെയ്യുക, അതിന് വെള്ളം ഒഴിച്ച് വേനൽക്ക് വെള്ളം ഒഴിച്ച് നട്ട് പിടിപ്പിച്ച് ഇതുപോലെ ആക്കിയെടുത്തു. ഒരെണ്ണവേലും പിടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ പറയുന്ന കാര്യം ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു. അല്ലാതെ തേക്ക് വെച്ചത് മോശമായെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ സാഹചര്യവും ഇവിടുത്തെ അനുസരിച്ച് ഇപ്പോൾ ഇതേ പറ്റുള്ളൂ. അത് വെള്ളം വലിച്ചെടുക്കുന്നതാണ്. നമ്മൾ വെള്ളം വലിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് പ്രയോജനമുണ്ടല്ലോ. നേരെ മറിച്ച് അക്കേഷ്യയോ യൂക്കാലിപ്സോ ആണെങ്കിൽ അത് ശരിയല്ല. അത് ഇവിടെ കാണുന്ന നേരം വലിച്ചു പിടിച്ച് ഞാൻ കളയുകയും ചെയ്യും. ഇത് എന്നുമില്ല. പിന്നെ മുള വെച്ച് പിടിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. മുള ഏത് പാറക്കെട്ടി വെച്ച് കഴിഞ്ഞാലും അതിന് പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട. ഉള്ള വെള്ളം മുഴുവൻ പിടിക്കും. ഞാനത് ഇപ്പോഴാണ് ഓർത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണം പറിച്ച് കളയേണ്ടി വന്നു. തൊഴുത്തിന് താഴെ ഉണ്ടായിരുന്നു ഒരെണ്ണം. അതെന്ന് വെച്ചാൽ ഇതുപോലെ വളരുമെന്നാണ് നമ്മളുണ്ട് ഓർത്ത്. ഇത് വളർന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേരുണ്ടല്ലോ, വേരൊരു എവിടെയെല്ലാം വെള്ളവും മണ്ണും ഉണ്ടോ അവിടെ മുഴുവനും ചെന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ലാത്ത രീതിയിലായി വന്നത്. ഇനി താഴെ അതുപോലെ 2 എണ്ണം നിൽപ്പുണ്ട് മഠത്തിൻ്റെ അടുത്ത്. അവിടെയും വെള്ളത്തിൻ്റെ ആ ഗുരുദേവൻ കാണിച്ചിരുന്ന ഓലിയുണ്ട്, കിണറുണ്ടല്ലോ, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുപോയി വെച്ചത്. പക്ഷെ അത് ഇന്നിപ്പോൾ നല്ല ഭംഗിയായി. എന്താണെന്ന് വെച്ചാൽ എത്ര വെള്ളം വന്നു കഴിഞ്ഞാലും അത് മുഴുവൻ അവന്മാർ സ്പോഞ്ച് പോലെ ഇതിൻ്റെ വേരും വീട് നിൽക്കുക. അപ്പോൾ ആ പ്രദേശത്തേക്കൊന്നും ഇപ്പോൾ തൂമ്പാൻകുടി എല്ലാം പറ്റുകയില്ല. അങ്ങനെ ആയിട്ടുണ്ടെന്ന് മാത്രം. അതിനി കണ്ടു കഴിഞ്ഞ് വേണം നമ്മൾ ഇനി ബാക്കിയുള്ളിടം ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഓവിൻ്റെ അവിടെ സംരക്ഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഗുരുദേവൻ കാണിച്ചെന്ന വെള്ളം സംരക്ഷിക്കണമെങ്കിൽ അതിൻ്റെ താഴത്തെ സൈഡ് കൊണ്ടൊരു കെട്ട് കെട്ടിയിട്ട് അതിനകത്ത് ഇനി നമ്മൾ ഈറ്റ വെച്ച് പിടിപ്പിക്കണം. ഈറ ഇതുപോലെ തന്നെ വേര് പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ഈറ്റ വെച്ച് പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള വെള്ളം മുഴുവൻ അവിടെ വന്ന് ഇവിടുന്ന് താഴോട്ട് ഒഴുകി പോകുന്ന വെള്ളം മുഴുവൻ അവിടെ സ്റ്റോറായി കഴിഞ്ഞോളൂ. അത് പിന്നെ അങ്ങ് വന്നോളൂ. ഇപ്പം ഞാൻ ആ 2-3 മുളയ്ക്ക് കഴിഞ്ഞ വർഷം പോലെ ഞാൻ പറഞ്ഞു, ഇനി വെള്ളം ഒഴിക്കണ്ട, തക്കാലം ഉണങ്ങി നിന്നാലും അത് വേരിന് പ്രശ്നം വരികയല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയേക്കാണ്. അതിൽ ഈ കൊല്ലവും ഒരെണ്ണത്തിൻ്റെ 1-2 എണ്ണം ഉണങ്ങിപ്പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഒന്നും പോയിട്ടില്ല. 2 എണ്ണത്തിൻ്റെതൊന്നും പോയിട്ടില്ല. അതിന് തനി പാറ കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം അവിടെ വന്ന് വേര് ഒക്കെ നിന്നിട്ടും ഉണങ്ങിപ്പോയത്. പിന്നെ അവിടെയുള്ളതിൽ ചന്ദനം നട്ടിട്ടുണ്ട്. ചന്ദനം തന്നെ ഓട്ടോമാറ്റിക്കായിട്ടൊരു 100 ചന്ദന മരങ്ങൾ എന്തെങ്കിലും ഇവിടെയുണ്ട്. അതിന് ഒരു വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. അപ്പം അവർക്ക് വേണ്ടുന്ന 6 സൈസ് മരങ്ങളിൽ നിന്നാണ് വേരിൽ നിന്ന് ഇവർ വലിച്ചെടുക്കുന്നത്. ആ മരങ്ങൾ നമ്മൾ അതിലൊന്ന് ചീമക്കൊന്ന ഏറ്റവും നല്ലതാണ്. ഒന്നയിൽ നിന്ന് വലിച്ചെടുക്കും. ചീമക്കൊന്നയിൽ നിന്നാണ് ആയിരിക്കണം മറ്റവരുള്ളതൊക്കെ വലിച്ചെടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ കൊണ്ട് ചീമക്കച്ച വെച്ചിട്ടുണ്ട്. അപ്പം അത് ഏത് സമയത്തും എവർ ഗ്രീനായിട്ട് നിൽക്കുകയാണ്. അപ്പം പിന്നെ അങ്ങനെ പറയുമ്പോൾ നമുക്ക്
ഉപയോഗപ്രദമായത് നമ്മളൊരു വിറക് പോലും വെട്ടിയെടുക്കാൻ പറ്റുകയില്ല. ആ രീതിയിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുകയില്ല. അല്ലെങ്കിൽ വേറെ ഉള്ള എവിടെയെങ്കിലും വെറും മരങ്ങൾ മാത്രം വെച്ച് പിടിപ്പിച്ച് അത് നിൽക്കുന്ന സാഹചര്യത്തിലേ വല്ല പറ്റുള്ളൂ. സ്വാമിജി, അങ്ങ് വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഗുരുദേവ കൃതികളെല്ലാം മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥവും മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങയെ സ്വാധീനിച്ച അല്ലെങ്കിൽ അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുദേവൻ്റെ ഒരു കൃതി ചൊല്ലാമോ? ഈ ഗുരുദേവൻ്റെ കൃതികളെന്ന് പറയുമ്പോഴത്തേക്കും അത് ശകലം ഞാനൊന്ന് പറഞ്ഞിട്ടോ. അപ്പം അത് മലയാളത്തിൽ, സംസ്കൃതത്തിലും തമിഴിലുമായിട്ട് ഇത്രയും കൃതികൾ രചിച്ച ഒരാധ്യാത്മിക ആചാര്യനുമില്ല. ആ കൃതികളെന്ന് പറഞ്ഞാൽ അത് വേറൊരു കാര്യമുള്ളത്, അത് വെറും സാധാരണ കൃതികളല്ല, സാധാരണ പദ്യകൃതികളല്ല. അതിനകത്തെല്ലാം ചേർക്കുന്നത് മുഴുവൻ ആധ്യാത്മികമായ ചിന്തകളാണ് മുഴുവൻ. എന്താണ് ഈശ്വരൻ, ആരാണ് ഈശ്വരൻ, നാം ആരാണ് എന്നുള്ള ആ അർത്ഥത്തിലേക്കാണ് അതിൻ്റെ എല്ലാ കൃതികളിലേതും ഇത് വരുന്നത്. വെറും പാദാതികേശ വർണ്ണന എന്ന് പറയുന്നത് ഒരു കൃതി പോലും ഇല്ല. അപ്പോൾ പണ്ട് ഇവിടെ നബീസ ഉമ്മാൾ കേരള യൂണിവേഴ്സിറ്റിയുടെ മലയാളം വിഭാഗം പ്രൊഫസറായിരുന്ന അവസരത്തിൽ അന്ന് ഗുരുദേവ കൃതികൾ പഠിപ്പിക്കണം എന്നും പറഞ്ഞ് 88-ലാണെന്ന് നോക്കണം, അന്ന് പഠിപ്പിക്കണം എന്ന് ഒരു ചർച്ചയുണ്ടായി. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നബീസാവുമ്പോഴൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. നബീസാവുകളൊക്കെ കൃതികളൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. എന്തായാലും അങ്ങനെ ഒരു ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ കോളേജിലെ പ്രൊഫസർമാരും അവരും ഒക്കെയാണ് എല്ലാവരും വന്നിരിക്കുന്നത്, എൻ്റെ കമ്മിറ്റിയിലുള്ള ആൾക്കാർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം. അന്നേരം അവർ വന്നവർ പറഞ്ഞു, ഗുരുദേവ കൃതി ഒന്നും പഠിപ്പിക്കാനൊന്നുമില്ല, അതൊക്കെ വെറുതെ കുറച്ച് സ്തോത്രകൃതികളല്ലാതെ അതിൽ അപ്പുറത്തോട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നബീസാമ്മൾ പറഞ്ഞു, എങ്കിലും ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ദൈവദശകം എന്നുള്ള ഒരു കൃതിയുണ്ട്, 10 പദ്യമേ ഉള്ളൂ, അതിൻ്റെ അർത്ഥം ഒന്ന് പഠിച്ചുകൊണ്ട് അന്ന് എന്നെ നോട്ട് കുറിച്ച് എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതൊന്ന് പഠിച്ചുകൊണ്ട് അടുത്ത മീറ്റിങ്ങിൽ വരാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത മീറ്റിംഗ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നബീസാമ്മൾ ചോദിച്ചു, എങ്ങനെയുണ്ട് നിങ്ങളെല്ലാവരും കൊണ്ടുവന്നു? എൻ്റെ ടീച്ചറെ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല, ഞങ്ങളിതൊന്നും പഠിക്കാൻ നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങളിത് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അവർ ശരി, അന്നേരമാണ് അവർ പറഞ്ഞത്, അന്നേരം നിങ്ങളല്ല പറഞ്ഞത്, നേരത്തെ പാദാതികാശ വർണ്ണന മാത്രമേ ഉള്ളൂ, സ്തോത്രകൃതികൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നത്. ഇതേപോലെ ഒരെണ്ണം എടുത്തുകൊണ്ടോ അതിൻ്റെ അർത്ഥം നോക്കിയപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതാണ് എന്ന് പറഞ്ഞതുപോലെ അത്രയും ബൃഹത്താണ് ഗുരുദേവൻ്റെ കൃതികൾ മുഴുവൻ. അത് മാത്രമല്ല, ഈ നമ്മുടെ ഇപ്പോൾ ONV കുറുപ്പ് ഒരു പ്രാവശ്യം ഗുരുദേവ കൃതികളെക്കുറിച്ച് ഗുരുദേവനെക്കുറിച്ച് പഠിച്ചത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത്, ഇവർ പ്രസംഗത്തിന് വന്നപ്പോൾ പറഞ്ഞതാണ്. ONV കുറുപ്പ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഗുരുദേവ കൃതികൾ പഠിച്ചപ്പോഴാണ് മലയാളത്തിൽ ഇത്രയും പദ്യങ്ങളുണ്ടല്ലോ, ഇത്രയും പദങ്ങളുണ്ടല്ലോ എന്നുള്ളത് അറിയുന്നത് എന്നുള്ളത്. പക്ഷേ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അതിനേക്കാളും കടന്നാണ് പറഞ്ഞത്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞത്, ഗുരുദേവ കൃതികൾ പഠിച്ചപ്പോഴാണ് എനിക്ക് മലയാളം അറിയത്തില്ല എന്നുള്ള ബോധം തോന്നുന്നത്. അത് ശരിയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ സുബ്രഹ്മണ്യനെ കുറിച്ച് നവമഞ്ചരി എന്നും പറഞ്ഞൊരു കൃതിയുണ്ട്. നവമഞ്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവമഞ്ചരി, ശ്രീനാരായണ കൃതമഞ്ജരി എന്നാണ് അർത്ഥം വരുന്നത്. ശ്രീ നാരായണ കൃതമഞ്ജരി. അപ്പോൾ 9 നവമഞ്ചരി 9 പദ്യങ്ങൾ എന്നാണ്. ശ്രീ നാരായണ കൃതമഞ്ജരി 10 വരും. അപ്പോൾ അതിനകത്ത് പദങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര അങ്ങേയറ്റത്തെ കാവ്യ ഭംഗി തുളുമ്പി നിൽക്കുന്ന ഒരു കൃതിയാണ്. നാടിയിടും ഈ വിഷയം ഓടീ ദൃശം നടനം ആടിയിടുവാൻ അരുതിനി കാടി വയോവിതരത് ഇടിയിടയ്ക്കുവന് കൂടിയമായ തീയലും. എന്നാ മനസ്സിലാണ് അതിൻ്റെ അത് ഡാഡാഡാന്നുള്ളത് വന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി രാവായിൽ വീണിടറും ആപാപം ഈ അരുത് ഇരാവായി പോലെ മനമേ നീ പാപം എന്നും പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ എടുക്കുമ്പോൾ, കൃതികൾ എടുക്കുന്ന അവസരത്തിൽ അതിൻ്റെ അർത്ഥമെല്ലാം ശബ്ദധാരാവലി നോക്കിയെടുത്തിട്ടാണ്. രാവായിൽ വീണുഴറും ആ പാപം ഈ അരുത് ഇരാവായി പോലെ മനമേ എന്നാണ്. ഇരാവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇരാവായി എന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല. ഇരാവായി എന്ന് പറഞ്ഞാൽ മദ്യപാനി എന്നുള്ള അർത്ഥം വരുന്നത്.
അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം കൂടെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമാണ്. അതിൻ്റെ അകത്ത് ആ കൃതിക്കകത്ത് പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഈ പ്രാചീന മലയാളം ഉപയോഗിച്ചാണ് എഴുതിയേക്കുന്നത്. വട്ടെഴുത്ത് ചുട്ടെഴുത്ത് എന്നൊക്കെ പറയുന്ന ആ രീതി വെച്ചാണ് ഇരാവായി. അതുപോലെ തന്നെ ഈയരുത് ഈയരുത് എന്ന് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ നീ നശിക്കരുതെന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അതിൻ്റെ പദങ്ങളൊക്കെ ഓരോന്ന് നോക്കുമ്പോഴും ഞാനത് ശബ്ദധാരാവിൽ നോക്കി ഓരോന്നിൻ്റെയും അർത്ഥം എടുത്ത് അത് കൂട്ടി യോജിപ്പിച്ച് ആണ് ഇത് വന്നേക്കുന്നത്. അതുപോലെ ഇതിനകത്തൊക്കെ ഈ ആദ്യത്തെ പദ്യത്തിൽ എല്ലാ പദ്യത്തിലും എന്ന് പറഞ്ഞാൽ ഈ സന്ധി സമാസമൊക്കെ വരുന്ന സമാസവും അതുപോലെ തന്നെ വൃത്തവും അലങ്കാരവും ഒക്കെ വരുന്നിടത്തെ അതെല്ലാം വളരെ നിയമപരമായിട്ട് തന്നെയാണ്. അല്ലാതെ പാദപൂർണത്തിനായിട്ട് കൊണ്ട് ഒരെണ്ണം പോലും ബന്ധിച്ചിട്ടില്ല. നാരായണകൃത മഞ്ജരി എന്ന് പറയുമ്പോൾ ആദ്യമേ നാവുന്നു രാപായിൽ കൊണ്ടില്ല എന്നായി വന്നരികിൽ നിന്നായിരം കതിർ പരന്നാവയുള്ള വടിവേൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എണ്ണത്താരിൽ മാതണി മത്താമര കുസുമ മത്താഭയുള്ള അടിവേൽ എന്ന് പറഞ്ഞിട്ട് അത് വരുന്നു. കൃട്ടായി വന്നൊരു ഉരട്ടായി എന്ന് പറഞ്ഞിട്ട് അത് വരുന്നത്. കൃത മഞ്ജരി കൃത എന്ന് പറയുമ്പോഴത്തേക്കും അതിനെല്ലാത്തിനും ഓരോ ആദ്യത്തെ അക്ഷരങ്ങളെല്ലാം കൂടെ കൂർത്ത് വരുമ്പോഴത്തേക്കും അത് ലാസ്റ്റാണ് രീ വരുന്നത്, മഞ്ജരി എന്നുള്ളത്. രീണം വനം വിഷയബാണം വലിച്ചുടറി നല്ലോണം ഭവത്പൊരുമതി ഈണം വരാനൊരുൾക്ക വേണം ഷടാന വരം എന്നും പറഞ്ഞിട്ടാണ് അതിൻ്റെ പകുതിയായുള്ളൂ, ബാക്കി ഇനി കിടക്കുന്നു. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാസം ഒപ്പിച്ച് അതിൻ്റെ എന്തെല്ലാം നിയമം കൊണ്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ടാണ് അദ്ദേഹം കൃതി രചിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കവി മലയാളത്തിലുമില്ല, സംസ്കൃതത്തിലുമില്ല, തമിഴിലുമില്ല എന്നുള്ളതാണ്. അതാണ് വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരുദേവനൊരു കവി എന്നുള്ള രീതിയിൽ ഗുരുദേവൻ ഇതുവരെ വിലയിരുത്തപ്പെട്ടിട്ടില്ല. അത് ആദ്യമായിട്ട് നോക്കുന്നത് ഞാൻ ഗുരുദേവനെ വിലയിരുത്തപ്പെടുന്നത് ഈ ഒരു ആധ്യാത്മിക ആചാര്യൻ എന്ന നിലയ്ക്കാണ്. ആധ്യാത്മിക ആചാര്യൻ എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഇപ്പം എല്ലാവരും നമ്മളിപ്പോൾ പൊതുവേദികളിലൊക്കെ പറയുന്നത് മുഴുവനും സാമൂഹ്യ പരിഷ്കർത്താവ്, നവോത്ഥാന നായകന്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 3-4 ഇത് ഗുരുദേവൻ്റെ സന്ദേശങ്ങളുണ്ട്. അത് മാത്രം ഒരു ജാതി ഒരു മതം ഒരു ദൈവം, പിന്നെ ഉള്ളത് 2-3 പറയല്ല. ഒന്ന് പറയാത്തത് ഏതാണെന്ന് വെച്ചാൽ മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നുള്ള അത് പറയല്ല. പിന്നെ ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് അതും പറയല്ല. ഇങ്ങനെയുള്ളത് കുറേ എണ്ണം പറയല്ല. പൊതുവേദികളിൽ ആരും പറയാൻ മടിക്കുന്നവരാണ്. അപ്പം അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിൻ്റെതൊക്കെ ഇങ്ങനെ ഇത് പറയുന്നു പോകുന്നല്ലാതെ ഇതിൻ്റെ കൃതികളിലേക്ക് ഇതേവൻ ഓരോ സന്ദേശം പറഞ്ഞേക്കുന്നതിൻ്റെ അന്തതലങ്ങളിലേക്കൊന്നും ആരും ചെല്ലുക. ഇപ്പം ഈവൻ പറയുകയാണെങ്കിൽ നമ്മൾ കൃഷി ജീവരാശിയുടെ നട്ടലാണെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് ആരാ? പിന്നെ വിദ്യാഭ്യാസം കൊണ്ട് സ്വതന്ത്രരാകുക അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് പ്രവൃത്തരായോ? നമ്മൾ ഒരിക്കലും ഇല്ല. പിന്നെ ഉള്ളതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സംഘടന കൊണ്ട് ശക്തരാകുക. സംഘടന കൊണ്ട് ശക്തരായോ? സംഘടന ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തല്ലിപ്പൊളി അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അതിൻ്റെ ഭീകരത അറിയണമെങ്കിൽ ഒരാഴ്ച പോയി സെക്രട്ടേറിയറ്റിന് മുന്നേ പോയി നിൽക്കണം. ആർക്കിട്ടെല്ലാം അടി കൊടുക്കുന്നതെന്ന് പിടിക്കുന്നത് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ അതാണ് സംഘടന കൊണ്ട് ശക്തരാകാമെന്ന് പറഞ്ഞത്. അങ്ങനെയല്ല ഗുരുദേവൻ പറഞ്ഞത്, അതല്ലല്ലോ. അപ്പോൾ അതിനപ്പുറത്തോട്ട് കടന്ന് വേറെ ആവശ്യമില്ലാത്ത കോമാളിത്തരം എല്ലാം കാണിക്കാനാണ് ഗുരുദേവൻ്റെ സന്ദേശങ്ങളെയും കൃതികളെയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. ഈ ആധ്യാത്മിക നേതാവ് എന്ന അർത്ഥത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇത്രയും വളരെ രസകരമായിട്ട് ആധ്യാത്മികത എന്താണെന്ന് പറഞ്ഞേക്കുന്ന ഒരു ആചാര്യൻ വേറെയില്ല. അതുപോലെ തന്നെ ആധ്യാത്മിക നേതാവ് ആയി ഇരുന്നു കൊണ്ട് നമ്മളിപ്പോൾ ഏത് ദേവതയെ നോക്കിയാലും ശങ്കരാചാര്യയെ നോക്കിയാലും അല്ലെങ്കിൽ എവിടെ ലോകത്തെമ്പാടുമുള്ള എല്ലാ പ്ലേറ്റോയോ ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ പ്രവർത്തനത്തിലൊന്നും ഈ ആധ്യാത്മികതയും മറ്റ് കാവ്യാത്മകതയും കൂടെ ഒരുമിച്ച് വരുന്നില്ല. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് ഏറ്റവും മഹത്തായിട്ട് നമ്മൾ കാണേണ്ടത് ഗുരുദേവൻ്റെ മഹാത്മ്യം എന്ന് കാണേണ്ടത് ഗുരുദേവൻ്റെ ആധ്യാത്മികതയാണ്. അത് നാം ശരീരമല്ല അറിവാകുന്നു എന്നുള്ള കൃതിയിൽ അവസാനം അത് പറയുന്നുണ്ട്. അപ്പം അതെന്താണെന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ടാണ് കുഴപ്പം. നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓർക്കും മൊഴിയും ഓർക്കിൽ നിന്ന് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെയൊക്കെ അന്തരാളത്തിലുള്ള അർത്ഥം എന്തറിയാണ്? ഓർക്കുന്ന നീ പറയുന്ന മൊഴി വാക്ക് പോലും എന്താണ്? അത് ഈശ്വരനാണ്.
നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരൻ്റെ ഭാവം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് കേൾക്കാനും പറയാനും ഒക്കെ പറ്റും, നടക്കാനും ഒക്കെ. ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഇതിനകത്തുള്ള ആ ശ്വാസമൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്നു. ആത്മാവ് എന്ന് പറഞ്ഞാൽ, ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളിൽ പോവുക, വഴിപാട് നടത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും, അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് പോവുക, ഇതൊക്കെയാണ് എല്ലാവരുടെയും ഇരിക്കുന്നത്. പക്ഷെ അതല്ല. അത് ആത്മീയത എന്ന് പറഞ്ഞാൽ ഓരോ ജീവൻ്റെയും ഓരോ ജീവജാലത്തിൻ്റെയും ഉള്ളിലിരിക്കുന്ന ജീവൻ എന്താണ്, അതിൻ്റെ കടമ എന്താണ്, കർത്തവ്യം എന്താണ്, അതെന്തായി തീരണം, അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് ആത്മീയത എന്ന് പറയുന്നത്. അത് നമുക്കൊന്നും ഇല്ല. അവിടെയാണ് പറ്റുന്ന കുഴപ്പം. നമ്മൾ അങ്ങനെ ചിന്തിക്കാറേ ഇല്ല, നോക്കാറേ ഇല്ല. നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ മൊത്തം ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്, ഇടുങ്ങിയ ചിന്താഗതിയിലല്ല പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഗുരുവിൻ്റെ കൃതികൾ ഓരോന്നും എടുത്തു നോക്കിയാലും ഇതുപോലെ ആധ്യാത്മികതയും കാവ്യാത്മകതയും സാമൂഹ്യ പ്രതിബദ്ധതയും എല്ലാം എന്തെല്ലാം ഉണ്ടോ വേണ്ടത് അതെല്ലാം ഒത്തിണങ്ങിക്കൊണ്ടാണ് വരുന്നത്. ഒരു തെറ്റ് പോലും ഒരിടത്തും വരുന്നില്ല. അപ്പം നേരത്തെ പറഞ്ഞിരുന്ന പോലെ പ്രത്യേകം പാദപൂരണത്തിന് വേണ്ടിയിട്ട് പലയിടത്തും കിടഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നവമജിരിയുടെ പറഞ്ഞപ്പോഴത്തേക്കും ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞ കവി എന്ന് പറഞ്ഞത് ഇത് 10 പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ അങ്ങനെ പറയല്ല. ഏതെങ്കിലും ഒരു പദ്യത്തിൻ്റെയെങ്കിലും ഒരു ശ്ലോകത്തിൻ്റെയെങ്കിലും അർത്ഥമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അത് പറയില്ല. അപ്പം അതുകൊണ്ട് ആ ഗുരുവിനെക്കുറിച്ച് നമ്മൾ ഇതുവരെയും ഉള്ള പഠനങ്ങളോ അല്ലെങ്കിൽ പ്രവചനങ്ങളോ അല്ലെങ്കിൽ പ്രസംഗങ്ങളോ ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല. സംഘടന കൊണ്ട് അല്ല, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞിട്ടേ നമ്മൾ വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് എന്താ ഇന്നത്തെ വിദ്യാഭ്യാസം വളരെ നല്ലതാണെന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞിരിക്കും, ഇല്ലേ? അത് ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ് മാത്രമേ കേട്ട് പോകുന്നുള്ളൂ. ഇങ്ങേയറ്റം കുടുംബജീവിതം എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല. എന്താണ് കുടുംബം എന്നുള്ളത് പറയുന്നില്ല. അച്ഛനും അമ്മയും സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം, ഗുരുക്കന്മാരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് എത്ര പേരുണ്ട്? ഒരിടത്തും ഇല്ല. അതൊന്നും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമേ അല്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരു 3 വർഷം മുൻപത്തെ +2 എക്സാം കഴിഞ്ഞ അവസരത്തിൽ അതിൻ്റെ പിറ്റേ ദിവസം വാർത്ത പേപ്പറിൽ വന്നത് +2-ന് പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്കും 3 അധ്യാപകന്മാർക്ക് അടി കിട്ടി, അവർ ഹോസ്പിറ്റലിലായി. അതിൽ 3 പേരുടെ വാരിയല് തകർന്നു പോയി. അപ്പം അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധരായ ആളുകളുടെ പ്രവൃത്തിയാണോ അത്? അല്ല. +2-ന് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന പിള്ളേരെ എന്തെങ്കിലും കാരണത്താൽ അവർ നല്ലതല്ല, നീ ചെയ്യുന്നത് മോശമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പാർട്ടികളും മറ്റു ഗുണ്ടകളും എല്ലാവരും കൂടി അവരെ അടിച്ച് ശരിയാക്കി. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇന്നിപ്പം നോക്കുമ്പോഴത്തേക്കും മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. മാതാവിനാണ് 1-ാം സ്ഥാനം, 2ാമത് പിത, 3ാമത് ഗുരു, 4ാമത് ദൈവം വരുന്നു, അല്ലേ? അതെ. അതിന് ഇന്ന് മാതാവിനെയും പിതാവിനെയും എവിടെ കൊണ്ടാണ് തള്ളിക്കളയുന്നത്? അതിനാണ് വൃദ്ധസദനങ്ങളിലാണ് പോകുന്നത്. ഏതാണ്ട് 650ഓളം വൃദ്ധസദനങ്ങളാണ് കേരളത്തിൽ ഉള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരായ സമൂഹത്തിൽ നിന്നും കേൾക്കാവുന്നതല്ല. അതുപോലെ ഡൈവോഴ്സ് ഏറ്റവും കൂടുതൽ കള്ളു കുടിക്കുന്നവർ, ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടത്തുന്ന സംസ്ഥാനം, ഇങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ മോശമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും മുൻപന്തിയിലാണ്. ഒരു കാരണവശാലും നമ്മൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരായില്ല. വിദ്യ കൊണ്ട് സർട്ടിഫിക്കറ്റ് മേടിച്ച് അതുകൊണ്ട് ജോലിയും മേടിച്ച് ശമ്പളവും മേടിക്കണം, അതുകൊണ്ട് സുഖമായി ജീവിക്കണമെന്നുള്ളൂ. മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയില്ല. അതല്ല ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞതാണോ? അതല്ല. അപ്പം അങ്ങനെ ഉള്ള ഒരിതാണ്. അപ്പം ഞാൻ ഒരു ഗുരുദേവൻ്റെ കൃതികളിലെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായിട്ട് പറയാൻ പറ്റുന്നത് ദൈവദശകം തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ അവിടെ ദൈവമേ കാത്തുകൊൾക്കങ്ങ് കൈവിടാതിങ്ക് ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം. ദൈവം എന്താണെന്ന് പറയുന്നത് നിന്റെ പദമാണ്, നിന്റെ വാക്കാണ്, അല്ലെങ്കിൽ നിന്റെ കാലാണ്, ഭക്തിയാണ്. പദം എന്നുള്ളതിന് അർത്ഥത്തിന് 2ആയിട്ട് അർത്ഥം എടുക്കാം. അപ്പം അത് അവിടെ തുടങ്ങി ദൈവമേ കാത്തുകൊൾക്കങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞു. അവിടെ യഥാർത്ഥ ഒരു ഭക്തൻ്റെ ഭാവമാണ് വരുന്നത്. കൈവിടാതെങ്കിൽ ഞങ്ങളെ കൈവിട്ട് കളഞ്ഞേക്കരുതെന്നോ, അതൊരു പ്രാർത്ഥനയാണ്. നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം. അത് നീ ഭവാബ്ദിക്ക് ഞങ്ങൾക്കുള്ള ദുഃഖത്തിനും ദുരിതത്തിനും നീ എന്താണ്
അത് ഞങ്ങളിങ്ങനെ കടലിൽ കടന്ന് അലയുകയാണ്. അതിന് നിന്റെ പദം, നിന്റെ ഈശ്വരൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ നിന്റെ പാദം, നിന്റെ പദം എന്ന് പറയുന്നത് എന്താണ്? അത് നാവികനാണ്. നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു നാവികനാണ്. അവിടെ ഭക്തിയും ഭാവവും എല്ലാം വന്നു കഴിഞ്ഞു, എളിമയും ഇതൊക്കെ. അതാണ് ഇല്ലാത്തത് നമുക്ക്. ഒരിടത്തും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സംഭവം എളിമ, അല്ലെങ്കിൽ നമുക്കതൊരു എന്താണെന്നാ പറയുക. ഈ സന്യാസ ദീക്ഷ കിട്ടിയതിന് ശേഷം സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുള്ളതായിരിക്കണം. പലയിടത്തു നിന്ന് ആസാമി ഭൂസ്വാമി എന്നൊക്കെ വരികയും ഒക്കെ വരുന്ന രസമാണ്. അപ്പം അത് ഒക്കെ ആ ഒരു എളിമയുടെ നമ്മൾ ഇത്രയും പ്രായമുള്ളതാണെന്നോ ചിന്താഗതി ഒന്നും ആർക്കും ഇല്ല. ഇതാണ് ഇതൊന്നും ഒരിക്കലും ഒരു വിദ്യ കൊണ്ട് പ്രബുദ്ധരായ ഒരു സമൂഹത്തിൻ്റെ പ്രവൃത്തിയല്ല കാണുന്നത്, ലക്ഷണങ്ങളല്ല. അപ്പം അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കൽ നീ എന്നാണ് പറഞ്ഞേക്കുന്നത്. നീ സത്യം, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ നീ സത്യം, ജ്ഞാനം അറിവാണ്, ആനന്ദം സുഖമാണ്. നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും ഓർക്കും മൊഴിയും ഓർക്കൽ നീ എന്നാണ് പറഞ്ഞേക്കുന്നത്. മൊഴി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്നത് പോലും. നമുക്ക് ജീവനുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഈശ്വരാംശം ഉണ്ടെങ്കിലേ നമുക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് വെറും ജഡമാണ്. സംസാരിക്കാനും പറ്റുകയില്ല, ഇരിക്കാനും പറ്റുകയില്ല, കുടിക്കാനും പറ്റുകയില്ല, നിൽക്കാനും പറ്റുകയില്ലാത്ത അത് അന്നേരം അതിനെ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബോധമൊന്നും നമുക്കില്ല. അവിടെയാണ് പോരാടുക. നമ്മൾ എല്ലാവരുടെയും ചിന്ത ഇത് എപ്പോഴത്തേക്ക് പോകും, എന്താണ് ഇത്, എപ്പോഴാണ് തീരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കാറില്ല, അല്ലേ? ഇല്ല. അവിടെയാണ് പറ്റുന്ന പോരാടുക. ഇവിടെ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പോലും, 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ് കഴിഞ്ഞാൽ പോലും ഞാൻ ചാകാതിരിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം. അയ്യോ ഞാൻ ചത്തു പോകുമോ, ഇതാണ് ചിന്താഗതി. അങ്ങനെയല്ല. നമ്മുടെ ഈ ഇത് നോക്കുമ്പോഴത്തേക്കും ഈശ്വരൻ തന്നെയാണ് ഇത് തന്നേക്കുന്നത്, ഈശ്വരനാണ് നമ്മളെ നിലനിർത്തി പോകുന്നത്, അല്ലാതെ ഞാനല്ല എന്നുള്ളൊരു ബോധം വരണം. അപ്പോഴാ അഹങ്കാരം, ഞാനെന്ന് പറയുമ്പോൾ അഹങ്കാരം നിൽക്കുകയാണ്. അപ്പം ആ തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നീ സത്യം ജ്ഞാനം ആനന്ദം സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ 3 കാലത്തിലും യാതൊരു കാരണവശാലും നശിക്കാത്തത്, ഇല്ലാതാകാത്തത്. അപ്പം വരുമാറുവിധം വികാരവും വരുമാറില്ല അറിവിന്നിതിന് നേർ ഉരുവാമുടൽ വിട്ട് കീർത്തിയാം ഉരുവാർ നിങ്ങൾ അനുകമ്പ നിറങ്ങുന്നതും പറഞ്ഞിട്ട് വേറൊരു കൃതി പറയുന്നുണ്ട്. അപ്പോൾ 6 വിധം വികാരങ്ങളും ഇല്ലാത്തതാണ് ഈശ്വരന്. 6 വിധം വികാരങ്ങൾ: അസ്ഥി, ജന്മ, വൃദ്ധി, പരിണതി, അപക്ഷയ, വിനാശം. അതാണ് 6 വികാരങ്ങൾ. അപ്പോൾ 6 വിധം വികാരങ്ങളും വരുമാറില്ല അറിവിന്നിതിന് നേർ. ഇതിന് നേരെ വിപരീതമായിട്ട് അറിവെന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. ആ ഈശ്വരൻ ഈ 6 വികാരങ്ങളും ഇല്ലാത്തതാണ്. അത് മരണമോ ജനനമോ ഒന്നുമില്ലാതെ ഏതോ ഒരു ശക്തിയായിട്ട് ഓരോ ജീവജാലങ്ങളിലും അതിൻ്റേതായ രീതിയിൽ പ്രവർത്തിച്ച് വരുന്നതാണ്. നമ്മളൊന്ന് ഓർത്ത് നോക്കുക, എന്തൊരു അത്ഭുതമാണ്. ഇപ്പം നമ്മൾ മനുഷ്യനാണെങ്കിൽ കഴിക്കാനായിട്ട് അതിന് ഇന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. അവരുടെ എല്ലാം പ്രത്യേകമാണ്. ഇനി മറ്റൊരു ജീവജാലങ്ങളെ നോക്കുക. മണ്ണ് വരെ നിന്ന് ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ട്. മണ്ണിര എന്ന് പറയുന്നത് മണ്ണ് നിന്നാണ് ജീവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പുലിയാണേലും പാമ്പാണേലും പശുവാണേലും ആടാണേലും ഒക്കെ, എരുമയാണേലും പശുവിനെയൊക്കെ ആണെങ്കിലും ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഈ പശുവിനും ആടിനും എരുമയ്ക്കും ഒക്കെ എല്ലാത്തിനും ഒരേ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ 3ൻ്റെയും പാലിൻ്റേതും ചാണകത്തിൻ്റേതും എല്ലാം വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. അതെങ്ങനെ വരുന്നതാണ്? അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏതോ ഒരു ആൾ എന്ന് പറയാൻ പറ്റുകയില്ല. ഒരാൾ സൃഷ്ടിച്ചതൊന്നും അല്ലത്. അതിനൊരു ഒരു ശക്തിയുണ്ട്. ഇത്രയും 85 ലക്ഷത്തോളം ജീവജാലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ആ ജീവജാലങ്ങൾക്ക് എല്ലാത്തിൻ്റെയും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ജനനം, ഭക്ഷണം, അതിൻ്റെ ജീവിത രീതി എന്ന് വേണ്ടി അതിൻ്റെ കാഴ്ചയിലുള്ള വ്യത്യാസം, ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ്. പക്ഷേങ്കിൽ ഇതിനെ എങ്ങനെ ആരാണിത് ക്രോഡീകരിച്ച് കൊണ്ടുപോകുന്നത്? ആരാണ് വന്ന് ഇങ്ങനെ പ്രവർത്തിച്ചേക്കുന്നത്? ഇത് ആരാണ് ഉണ്ടാക്കിയത്? നോക്കിക്കഴിഞ്ഞാൽ അന്തം വിട്ടുപോവുകയാണ്. അവർ അനന്തമജ്ഞാതം അവർണ്ണനീയം എന്ന് പറയുന്നത് പോലെ. പിന്നെ ഉള്ളതിൽ അവസാനത്തെ കൃതികളിലേക്കൊക്കെ അവസാനത്തെ പദ്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക്
അപ്പം ഈ ദൈവദശകത്തിൻ്റെ തന്നെ അവസാനത്തെ പദ്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓർക്കും മൊഴിയും ഓർക്കിൽ നീ എന്നാണ്. മൊഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സംസാരമാണ്. അതുപോലും ഈശ്വരാംശത്തിൽ നിന്ന് വരുന്ന ഈശ്വരാംശമാണ്, ഈശ്വരനാണ്. ഈശ്വരൻ്റെ ഒരു അംശം നമ്മുടെ ഉള്ളിൽ ജീവനായിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുകയില്ല, കേൾക്കാൻ പറ്റുകയില്ല, കാണാൻ പറ്റുകയില്ല, മണക്കാൻ പറ്റുകയില്ല, ഇതൊന്നിനുമില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഇതിന് മാത്രം അഹങ്കരിക്കുന്നത്? അവിടെ ആ ഒരു സിമ്പിൾനെസ് നമുക്കുണ്ടാകണം. അതാണ്, അതില്ല നമുക്ക് അന്നേരം ഇങ്ങനെ അഹങ്കാരം ഇങ്ങനെ പിടിച്ചു കെട്ടി വെച്ചുകൊണ്ടിരിക്കുക. അതിനകത്തുനിന്ന് ആരും മുക്തരല്ല. സന്യാസിയോ അല്ലെങ്കിൽ പഠിച്ചവരോ പ്രസംഗിച്ചവരോ ഒന്നും, അവരൊക്കെ പലരുടെയും പ്രസംഗം കേട്ടച്ച് പ്രവൃത്തി കാണുമ്പം അത് നേരെ വിപരീതമായിട്ട് പോകുന്നു. പക്ഷെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അതാണ്. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓർക്കും മൊതിയും ഒഴുകിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക. അകവും പുറവും തിങ്ങുന്നത്, അകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓരോ ജീവജാലത്തിൻ്റെ ഉള്ളതെന്ന് കേൾക്കാം. ഈ പുറം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനുമാണ്. അത് തിങ്ങി വെങ്ങിയിരിക്കുകയാണ്. മഹിമാവാർന്ന നിൻപദം, നിൻ്റെ പദമാണ്, നിൻ്റെ ഒരു പേരാണ്, അല്ലെങ്കിൽ കാൽപാദമാണ് എന്നൊക്കെ അർത്ഥത്തിൽ അത് എടുക്കാം. അങ്ങനെ ഈശ്വരൻ എല്ലായിടത്തും തിങ്ങി നീക്കി നിൽക്കുന്നതാണ്. പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ. ഭഗവാന്റെ ആ കൃതി അല്ലെങ്കിൽ മഹിമ എന്ന് പറഞ്ഞത്, ഭഗവാന്റെ ആ ഇച്ഛ എന്ന് പറയുന്നത്, അത് നമുക്കൊന്നും പറയാൻ പോലും പറ്റുന്നില്ല. വാക്കുകളിൽ പറഞ്ഞാലൊന്നും ആകുന്നതല്ല. നമ്മളത് മനസ്സിലാക്കണം. ഇവിടെയാണ് പിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക. ജയിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ കീ ജയ് എന്ന് പറഞ്ഞാൽ എന്തോ ആയോ? ഇല്ല. ഭഗവാൻ ജയിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാൻ ജയിക്കണമെങ്കിൽ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. കൂടുതലും ഭക്തന്മാർ ഉണ്ടാകണം. മനുഷ്യർക്കേ ഉള്ളൂ ഇങ്ങനെ ഒരു ജ്ഞാനം കിട്ടിയേക്കുന്നത്, ഒരു മഹാഭാഗ്യം കിട്ടിയേക്കുന്നത്. മറ്റു ജീവജാലങ്ങൾക്കൊന്നും അതില്ല. അവർക്ക് ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം എന്നുള്ളതിൽ അപ്പുറത്തോട്ട് അവരുടെ ചിന്താഗതിയൊന്നും പോകുന്നില്ല. സ്നേഹം എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞുങ്ങളിൽ കുറേ കാലത്തേക്കൊക്കെ നിൽക്കുന്നുള്ളൂ. ഓരോ ജീവജാലത്തിൻ്റെ നോക്കിയാൽ അത് പിന്നെ പലതിനും പല രീതിയിലാണ്. അപ്പോൾ ആനയും കാട്ടുപോത്തും ഇങ്ങനെയുള്ളതൊക്കെ സാമൂഹ്യ ജീവികളാണ്, ഒരുമിച്ച് കൂട്ടം കൂടി നടക്കും. നേരെ മറിച്ച് പുലിയും കടുവായും ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നവരാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ അച്ഛൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് വേറെ മാറും. അപ്പം അങ്ങനെ വരുമ്പം അതെല്ലാത്തിൻ്റെ വ്യത്യസ്തങ്ങളാണ്. ആ വ്യത്യസ്തത തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം. ഓർക്കും മൊഴിയും ഓർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക. അല്ലയോ ഭഗവാനെ ജയിക്കണം. ഭഗവാൻ ജയിക്കണമെങ്കിൽ എന്താണ്? നമ്മൾ ആ ഭഗവാന്റെ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി, ഈ കൃതിയിൽ പറഞ്ഞേക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത് മനസ്സിലാക്കി, ഇതിൽ എല്ലാത്തിലും ഒരുപോലെ എല്ലാ ജീവജാലത്തിനും ഇതായിട്ടിരിക്കുന്ന അതെന്താണോ ആ ജ്ഞാനം അല്ലെങ്കിൽ ആ അറിവ് അല്ലെങ്കിൽ ആ ശക്തി എന്താണോ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി പോകണം. ജയിക്കുക മഹാദേവ ദീന അവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. അപ്പം ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത് പറഞ്ഞാലെയാണ്. അതിനകത്ത് അർത്ഥം വരുമ്പോഴത്തേക്കും ഒത്തിരിയാണ് ജയിക്കുക എന്നുള്ളതിനൊക്കെ. പിന്നെ വരുമ്പോഴത്തേക്കും ദീനാവന പരായണ ജയിക്കുക മഹാദേവ ദീനാവന പരായണ ജയിക്കുക മഹാദേവ ദീനാവന പരായണ. അത് കഴിഞ്ഞിട്ട് ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. അപ്പം ആഴമേറും എന്നതാണ് നിൻമഹസ്. ഈശ്വരൻ്റെ ആ മഹിമാവ് എന്ന് പറയുന്നത് ആഴം വരുന്നത്, അത് അളക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള ആഴിയിൽ ഞങ്ങളാകവേ ആഴണം, ഞങ്ങളെല്ലാവരും അതിൽ ലയിച്ച് ചേരണമെന്നാണ്. ആകവേ എന്നുള്ളൊരു ഒരു പദമുണ്ട്, അതിന് ഭയങ്കര അർത്ഥമുണ്ട് അവിടെ. ഞങ്ങളാകവേ എന്നാണ്. ഞങ്ങളാകവേ എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ഹിന്ദുക്കൾ മാത്രമായിരിക്കണമെന്നോ ഞങ്ങൾ ഗുരുദേവവിശ്വാസികൾ മാത്രമായിരിക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയുള്ളതൊന്നുമല്ല. അത് മനുഷ്യർ മറ്റ് ജീവജാലങ്ങളും ഏതെല്ലാം ഉണ്ടോ അതത്രയും എല്ലാവരും എന്നുള്ള അർത്ഥത്തിലാണ് ആകവേ എന്നുള്ള പദം അവിടെ പ്രത്യേകം. എല്ലാ ജീവജാലങ്ങളും ഈ പ്രപഞ്ചം മുഴുവനും ആഴണം വാഴണം നിത്യം. ആഴണം അതെന്ന് പറഞ്ഞാൽ അതെല്ലാം ഈ ഇതിലേക്ക് ലയിച്ചു ചേരണം. വാഴണം നിത്യവും വാഴണമെന്ന്. നിത്യം വാഴണമെങ്കിൽ നിത്യം വാഴുക എന്ന് പറഞ്ഞാൽ കാലാകാലത്തോളം ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം അത് കഴിക്കണം.
വാഴണം സുഖം, ആഴമേറും നിന്മകസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം വാഴണം സുഖം, സുഖമായിട്ട് ഞങ്ങൾ അതിൽ കഴിഞ്ഞു കൂടണം എന്നാണ് അർത്ഥം വരുന്നത്. അത് ഏത് പദ്യത്തിൻ്റേത് നോക്കിയാലും ഈ ഗുരുദേവൻ്റെ കൃതികളിൽ ഏത് ദേവതാ പ്രാർത്ഥനകളുണ്ട്. ഇപ്പം എല്ലാ ഗണപതിയെക്കുറിച്ചുണ്ട്, ശിവനെക്കുറിച്ചുണ്ട്, ദേവിയെക്കുറിച്ചുണ്ട്, അതുപോലെ തന്നെ മുരുകനെക്കുറിച്ചുണ്ട്. പിന്നെ അയ്യപ്പനെക്കുറിച്ച് മാത്രം എഴുതിയിട്ടില്ല. എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഒന്നും നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. അപ്പം ഓരോ വ്യക്തിക്കും ഓരോ ദേവതകളെ ആയിരിക്കുമല്ലോ ഇഷ്ടം വരുന്നത്. പലരും ദേവിയെ ഇഷ്ടമുണ്ട്, ശിവനെ ഇഷ്ടമുണ്ട്, മുരുകനെ ഇഷ്ടമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന അതല്ലാതെ അത് എന്തുകൊണ്ടാണ് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അവരുടെ ഉപാസനാ ദേവത ഏതാണെന്നുള്ളതിന് എന്ന് പറഞ്ഞതുപോലെ ഗുരുദേവനിലും ഒരു പക്ഷെങ്കിൽ അയ്യപ്പനോട് അത്ര ഭക്തി തോന്നിയിട്ടുണ്ടായിരിക്കുകയില്ല. അതായിരിക്കാം. അതെ. അപ്പം അങ്ങനെയുള്ള ദേവതകളെ എല്ലാത്തിനെക്കുറിച്ചും എഴുതിയിട്ട് ലാസ്റ്റ് പിന്നെ പറയുന്നത് ആ ദേവതകളെല്ലാം എല്ലാം നമ്മൾ അതിൽ തന്നെ ലയിച്ച് നമ്മുടെ ഉപാസന ദേവത ഏതാണോ അതിൽ തന്നെ ലയിച്ച് ഇരിക്കാനുള്ളൊരു അവസരം ഉണ്ടാകും. വാഴണം സുഖം, സുഖമായിട്ട് തന്നെ ഇരിക്കണം എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതിൽ മറ്റു കൃതികളിലൊക്കെ നോക്കിയാലും ഇത് തന്നെ. എല്ലാ കൃതികളിലേക്കും നമുക്ക് പാദാതികേശ വർണ്ണന എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച്. ബാക്കിയുള്ളതിൽ കോലതിരാസത്തിലൊക്കെ ആണെങ്കിലും എന്താണ് പറയുന്നത്, നമ്മുടെ മാനസികവും ഭാവികവും ശാരീരികവുമായിട്ടുള്ള എല്ലാവിധ സുഖങ്ങളും നമുക്ക് തരണം, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അങ്ങയുടെ പാദഭക്തിയും കൂടി ഉണ്ടാകണമെന്നാണ്. നമുക്കതില്ല, ഭക്തിയാണ് ഇല്ലാതെ. നമുക്കെന്ന് പറയുമ്പോഴത്തേക്കും പൊതുവിലാണ് പറയുന്നത്. മലയാളികളെ പ്രത്യേകിച്ച്, ജീവിതാലങ്ങളെ അല്ല മറ്റു മനുഷ്യരെ പ്രത്യേകിച്ച്, അതിൽ തന്നെ മലയാളികളെ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ. ഇനി അതിനകത്ത് ഗുരുദേവ ഭക്തരെന്നോ അല്ലെങ്കിൽ സാധാരണ ഭക്തരെന്നോ ഭക്തി ഇല്ലാത്തവരെന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതിലെല്ലാത്തിലും നല്ല ആൾക്കാർ കാണും, മോശം ആൾക്കാരും കാണും, അതേ ഉള്ളൂ. സ്വാമിജി, ബോധപ്രാപ്തരായിട്ടുള്ള ഗുരുക്കന്മാരെ സാധാരണ അളക്കാനോ മനസ്സിലാക്കാനോ സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. അവരിനി മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ മനസ്സുകൊണ്ട് അവർ കണ്ടെത്തിയ ഒരു ഇതായിരിക്കാം, അവരുടെ ഇഷ്ടങ്ങളായിരിക്കാം ഒരു ഗുരുവിൽ കാണുന്നത്. അപ്പം ഈ നാരായണ ഗുരുദേവനെ ഒരു വേദാന്തി ആയിട്ടാണോ അതോ ഒരു മനുഷ്യ സ്നേഹിയായിട്ടാണോ സമൂഹം കാണുന്നത്? ഗുരുദേവനെ കാണുന്നത് വേദാന്തിയായിട്ട് കാണുന്നത് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. മനുഷ്യസ്നേഹിയായിട്ട് കാണുന്നത് കുറച്ച് ആൾക്കാരുണ്ട്. ഇനി അതിൽ കാണപ്പെട്ട ദൈവമായിട്ട് കാണുന്നത് അതിലും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവയാണ്. അതിൽ ഭക്തിയും വിശ്വാസവും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ഗുരു പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെയ്യാതെ എന്തോരം പ്രാർത്ഥിച്ചാലും അതിന് കിട്ടുകയില്ല. ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ, ഗുരുവിൻ്റെ എന്നല്ല ഏത് ദേവതയുടെ അനുഗ്രഹമാണേലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, നമ്മുടെ പ്രവൃത്തി ശുദ്ധമായിരിക്കണം, വാക്കും ശുദ്ധമായിരിക്കണം. അല്ലാത്തടത്തോളം കാലം നമ്മൾ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം എഴുതി, എന്തെല്ലാം പ്രസംഗിച്ചാലും ഒരു കാര്യവുമില്ല. വെറും പാഴ്വാക്കുകൾ മാത്രമായി പോകും. നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും കൂടെ ഒരുമിച്ച് വരണം, ഒരേ ലെവലിൽ വരണം. അങ്ങനെ വരുന്നിടത്ത് മാത്രമേ ഇത് നമുക്ക് പറ്റുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം, എങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അതിന് എല്ലാവർക്കും സാധിക്കുകയില്ല. അതാണ് പ്രശ്നം. പലരും പലയിടത്തു നിന്നും നോക്കിക്കാണുന്നത് പല രീതിയിലാണ്. ഇതിലാണ് അവരവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു നമുക്ക് പറയാം. അതെ, സ്വാർത്ഥ ലാഭത്തിനെന്ന് പറഞ്ഞാൽ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അവർക്കുള്ള അതിനുള്ള അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് എന്നാലും അതിനപ്പുറത്തോട്ട് ഈ ഗുരുവിനെ മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയെടുത്ത് വരണം. സാമൂഹ്യ ജീവിയായിട്ടും സാമൂഹ്യ വിപ്ലവകാരിയായിട്ടും ആധ്യാത്മിക നേതാവായിട്ടും കവിയായിട്ടും അതുപോലെയുള്ള എല്ലാ രംഗങ്ങളിലും ഗുരുദേവനൊരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്, ഒരു പ്രകൃതി സ്നേഹിയാണ്. ഏതാ അല്ലാത്തത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഏതാണ് ഗുരു, ഏതിൽ നിന്നെല്ലാം ഭിന്നമായിട്ട് നിൽക്കുന്നു. ഒന്നുമില്ല, എല്ലാത്തിലും ഉണ്ട്. ഒരു ആത്മീയവാദിയാണ്. അതോടൊപ്പം തന്നെ ഒരു ഇപ്പം എല്ലാവരും പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ വിപ്ലവ നേതാക്കന്മാരാണ്, വിപ്ലവ നേതാവാണ്. അങ്ങനെ നോക്കിയാൽ
ഒരു മാറ്റത്തിന് വഴി കാണിച്ച ആളാണ്, ശരി, സമ്മതിച്ചു, അതും ഉണ്ട്. പക്ഷെ അതല്ല മുഖ്യമായിട്ടുള്ളത്. അല്ല, എൻ്റെ അർത്ഥത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ആധ്യാത്മിക ആചാര്യൻ എന്നുള്ള നിലയിൽ, രണ്ടാമത് കവി എന്നുള്ള നിലയിൽ, മൂന്നാമത്തേത് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇപ്പം ഒരു കവി എന്നുള്ള നിലയിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗുരുദേവൻ്റെ കൃതികളെക്കുറിച്ച് നമുക്ക് അവലോകനം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിൽ ഒന്നാമത്തെ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതിനകത്ത് വിഷ്ണു അഷ്ടകത്തിൽ മഞ്ജുമണി സിഞ്ചിത പാദപത്മ കഞ്ചായദാക്ഷ കരുണാകര കഞ്ചനാഭ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. കഞ്ചനാഭ. അപ്പം കഞ്ചം എന്ന് പറഞ്ഞാൽ താമര എന്നെടുക്കാം. കഞ്ചനാഭ, കഞ്ചം താമര നാഭിയിലുള്ളവന്. ഇനി അത് രണ്ടായിട്ട് തിരിക്കാം. കഞ്ചന ആഭ എന്ന് തിരിക്കാം. കഞ്ചനം എന്ന് പറഞ്ഞാൽ മൈന. മൈന എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന ചിത്തിര എന്ന് പറയുന്ന സാധനമല്ല. അല്ലാതെ ഇവിടെ ഉണ്ട്, നമ്മുടെ അഗസ്ത്യാർകൂടത്തിലൊക്കെ ഉണ്ട്. ഇതിലെ 1-2 പ്രാവശ്യം വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കരച്ചിലേ കേട്ടുള്ളൂ, കാണാൻ പറ്റിയിട്ടില്ല. ഇടുക്കിയിലൊക്കെ ഉണ്ട്, കാട്ടിലൊക്കെ ഉള്ളൊരു പക്ഷിയാണ്. അതായത് നല്ല കറുത്ത ആണ്, മുഴുവൻ നല്ല കരിങ്കറുപ്പ്. കാർമേഘവർണ്ണൻ എന്നാണല്ലോ വിഷ്ണുവിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ചുണ്ടും കാലിൻ്റെ മുട്ട് മുതൽ ആയിട്ടുള്ളത് മുഴുവനും മഞ്ഞയാണ്. പിന്നെ അതിൻ്റെ ചെവി രണ്ടും മഞ്ഞയാണ്. പിന്നെ അതിൻ്റെ കണ്ണ് മഞ്ഞയാണ്. കണ്ണിൻ്റെ പുരുകവും മഞ്ഞ പോലെ ഇരിക്കും. ചെവിയുടെ പുറകിൽ ഉള്ള ഭാഗവും അത് മഞ്ഞയാണ്. അങ്ങനെയുള്ളതാണ് മൈന എന്ന് പറഞ്ഞത്. കഞ്ചനം എന്ന് പറഞ്ഞാൽ മൈന എന്നർത്ഥം. കഞ്ചന ആഭ എന്ന് പറഞ്ഞാൽ, ആഭ എന്ന് പറഞ്ഞാൽ ശോഭ, ഭംഗി എന്നർത്ഥം. ഇതിന് മൈനയെപ്പോലെ ശോഭയുള്ളവൻ എന്നുള്ള അർത്ഥം ചേർന്നാലും അതിനകത്ത് ഒരുമിച്ചങ്ങ് വരും. പിന്നെ ഏറ്റവും ഇതല്ല, എവിടെ നോക്കിയാലും ഓരോരോ ഒത്തിരി കാവ്യഭംഗിയുടെ കാര്യങ്ങൾ ഒത്തിരി വേറെ പറയാനുണ്ട്. പലയിടത്തും പല രീതിയിൽ വരാനുണ്ട്. ഇനി അത് വിലയിരുത്തപ്പെട്ടില്ല ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ച് ആ രീതിയിലുള്ളതൊന്നും. അതിനകത്ത് ഈ നവമഞ്ചേരി തന്നെ നവമഞ്ചേരി മുരുകനെ കുറിച്ച് എഴുതുന്നതാണ്. നവമഞ്ചേരിയിൽ മഞ്ഞാവിതൻ കമനി കുഞ്ഞായ നിൻ ചരണ കഞ്ചായ വീണു പണിയുന്നിഞ്ഞാനും അങ്ങും ഒരു കുഞ്ഞാണിതെന്ന പദവും ജായതേ സഫലമായി എന്നുള്ള പറയുന്നുണ്ട്. മഞ്ഞാവിതൻ കമനി കുഞ്ഞായ, അതിനകത്ത് ആ പ്രാസമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ പദ്യത്തിൻ്റെയും ഓരോ പദങ്ങളുടെയും ഇതിൻ്റെ അകത്ത് എത്ര അക്ഷരങ്ങൾ, ഒരക്ഷരം എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ടെന്നറിയാം. അതിനൊക്കെ അർത്ഥപൂരിതമായിട്ട് തന്നെയാണ്, അല്ല ചുമ്മാ കൊണ്ടേ വെച്ചിട്ടുള്ളതല്ല പദങ്ങളൊന്നുമേ, ആ വാക്കുകളൊന്നും. മഞ്ഞാവിതൻ കമനി കുഞ്ഞായ നിൻ ചരണകഞ്ചായ വീണു പണിയുന്നിഞ്ഞാനും അങ്ങും ഒരു കുഞ്ഞാണിതെന്ന പദവും ജായതേ സഫലമായി. പദവും ജായതേ എന്നാണ് വരുന്നത് അവിടെ ചേർത്ത് ചെല്ലുമ്പോൾ. അപ്പോൾ മഞ്ഞ ആവി അതിൻ്റെ അർത്ഥതലത്തിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. മഞ്ഞ ആവിയായിട്ടുള്ളത്, ആവി എന്ന് പറഞ്ഞാൽ ജീവൻ എന്നർത്ഥം. മഞ്ഞ ആവിയായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഹിമവാനാണ്. തൻ കമനി എന്ന് പറഞ്ഞാൽ ഹിമവാൻ്റെ മകള്. കമനി കുഞ്ഞായ, എൻ്റെ മകനെന്ന് പറഞ്ഞാൽ മുരുകനാണ്, പാർവതിയുടെ മകനായിട്ടല്ല നമ്മൾ കണക്കാക്കപ്പെടുന്ന. പിന്നെ എത്രയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സങ്കല്പമുണ്ടല്ലോ. അപ്പം കമനി കുഞ്ഞായ നീ ചരണകഞ്ചായ, ചരണകഞ്ചം, ചരണം എന്ന് പറഞ്ഞാൽ കാല്, കഞ്ചം എന്ന് പറഞ്ഞാൽ താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ, കഞ്ചായ വീണു പണിയുന്നിഞ്ഞാനും അങ്ങും ഒരു കുഞ്ഞാണിതെന്ന പദവും ജായതേ സഫലമായെന്ന് പറഞ്ഞേക്കുന്നത്. ആ പ്രയോഗമൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു ഇതാണ്. പുളകാന്വയം എന്നാണ് അതിന് പറയുന്നത്. കാവ്യാത്മകമായി പറഞ്ഞാൽ പുളകം എന്ന് പറഞ്ഞാൽ കൊല പോലെ ഇരിക്കുന്നത്, കൊല എന്നുള്ളതാണ്. പുളകം എന്ന് പറഞ്ഞാൽ കൊല എന്നുള്ളത്. പുളക അന്വയം, അങ്ങനെ പലതിനെ ചേർത്ത് അന്വയിച്ച് വന്നേക്കുന്നതാണ്. ആ പദപ്രയോഗമൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് കവിക്കാ ചെല്ലാൻ പറ്റുന്നത്? ഏതെങ്കിലും ഒരു കവി സംസ്കൃതത്തിലോ മലയാളത്തിലോ ഒരെണ്ണം ഇതിൻ്റെ അടുത്തുപോലും എത്താൻ പറ്റുന്നൊന്നുമില്ല. സംസ്കൃതത്തിലാണേലും ഇല്ല, തമിഴിലാണേലും ഇല്ല. ഇതാണ് അതിൻ്റെ. ഇനി ഇതുപോലെ എത്രയോ കാവ്യഭംഗികളെക്കുറിച്ച് ഇതെല്ലാം പറയാനുണ്ട്. അതൊന്നും വിലയിരുത്തപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കില്ല വേറൊരാൾക്ക് തോന്നുന്നത്. അപ്പം അതിനെ വിലയിരുത്തി നോക്കിയാൽ മാത്രമേ, പലരും വിലയിരുത്തി പല രീതിയിൽ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ആ മഹത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിനകത്ത് വേറെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും മിക്കതിനകത്തും വന്ന് പറ്റിയിട്ടുണ്ട്. ഈ എന്താണ് അതിന് പറയുന്നത്,
ആലേഖനം എന്നുള്ള രീതിയിൽ മറ്റാണ് കാവ്യഭംഗിയിൽ പറയുന്നത്. അതായത് ഒരെണ്ണത്തിന് ഇപ്പം ഗണപതിയെ തന്നെ സ്തുതിച്ച് വരുന്ന അവസരത്തിൽ ശിവനെ സ്തുതിച്ച് വരുന്നുണ്ട്, ശിവനെ സ്തുതിച്ച് വരുന്നതിൽ മുരുകനെ സ്തുതിച്ച് വരുന്നുണ്ട്. അത് മാറിപ്പോന്ന ഭക്തിയുടെ ഭാവത്തിൽ വരുമ്പോഴത്തേക്ക് എല്ലാം ഒന്നാണെന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്ക് അതായി പോകുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു സംഗതി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ കൃതികളൊക്കെ പലരും വ്യാഖ്യാനിക്കുന്നിടത്തൊക്കെ അത് ഈ വെറുതെ അവർക്ക് തോന്നുന്ന അർത്ഥം അങ്ങ് എഴുതി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിലപ്പുറത്തോട്ട് അത് എവിടെ വരുന്നത് എന്താണ് എങ്ങനെയാണ് എന്നുള്ള സന്ധി സമാസമൊക്കെ കുറേ വ്യാകരണം പഠിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പം വിനായകാഷ്ടകത്തിൽ തന്നെയാണെങ്കിലും കിലദ്ദേവ ഗോത്രം കനദ്ദേവ ഗാത്രം സദാനന്ദ മാത്രം മഹാഭക്ത മിത്രം ശരചന്ദ്ര ഭക്തം ത്രയീഭൂത പാത്രം എന്നാണ് പറയുന്നത്. ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ കനദ്ദേവ ഗാത്രം എന്നുള്ളത് കനത് ഹേമഗാത്രം എന്നാണ്. അപ്പോൾ അർത്ഥം ശരിയായി. ഹേമം എന്ന് പറയുന്ന സ്വർണം, കനത്ത് കട്ടിയായ സ്വർണത്തിൻ്റെ പോലെ ഇരിക്കുന്ന ഗാത്രത്തോട് കൂടി ശരീരത്തോട് കൂടിയവനെന്നാണ് അവിടെ വരുന്നത്. അപ്പം അത് ചിലയിടത്ത് അതിൻ്റെ അർത്ഥം പറയുന്നിടത്തൊക്കെ ഇത് അർത്ഥമൊക്കെ പറഞ്ഞോളൂ, ഇത് എന്താണ് ഇങ്ങനെ പിരിച്ചു പറയുന്നില്ല. കനത്ത് ഹേമഗാത്രം അത് വ്യാകരണശാസ്ത്രത്തിൽ പറയുമ്പം ചയഹോ അന്യതരസ്യം എന്നുള്ള സൂത്രപ്രകാരമാണ് ഇവിടെ ഹകാരത്തിന് ധകാരം വന്നേക്കുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ശിവശതകത്തിൽ 33-ാമത്തെ പദ്യത്തിൽ ഒരു ഇതുണ്ട്, ഒരു ശ്ലോകമുണ്ട്. ഇതിലത് പോട്ടെ. അതിനകത്ത് വരുന്നത് പദം ഞാനത് മറന്നുപോയി. അപ്പോൾ അവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ചുഴലിക്കാറ്റ് വരുമ്പോൾ അത് വലത്ത് വായുവിന്മേൽ എന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ആ വലത്തോട്ടാണ് തിരിഞ്ഞു വരുന്നതെന്നുള്ള പോലും നമുക്കറിയത്തില്ല. ഈ ചുഴലിക്കാറ്റ് വരുന്നത് വലത്ത് വായുവിന്മേലാണെന്നുള്ളത് നമുക്കറിയുന്നില്ല. അവിടെ തമിഴ് പദമാണ് ഉപയോഗിച്ചേക്കുന്നതിനകത്ത്. നമുക്ക് വ്യാകരണത്തിൽ ഒന്നെങ്കിൽ അത് ശബ്ദധാരാവലിയിലോ അല്ലെങ്കിൽ തമിഴിൻ്റെ ശബ്ദധാരാവലിയിലോ ഒന്നും നോക്കിയാൽ ഈ പദം കാണുന്നില്ല. കരികല കടന്ന് വലത്ത് വായന്മൽ എന്ന പോലെ നമ്മളിത് ഇതിനകത്ത് കിടന്ന് ഈ ഉലകത്തിൽ ചുറ്റിക്കിടന്ന് കറങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. മനുഷ്യരെ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തോട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുറത്തിയാടിയല്ലേ നമുക്ക് എന്തെങ്കിലും നിൽക്കാൻ പറ്റുള്ളൂ? ഇല്ല, ഇതിനകത്ത് കിടന്ന് കഴുകാണ്. അത് തമിഴ് പദമാണ്. ആ പദം കരികില എന്നുള്ളതാണ് അതിനർത്ഥം വരുന്നത്. ഇങ്ങനെ വന്നാൽ അന്നേരം കറക്റ്റായി. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പല ഭാഷകളിലെ പ്രത്യേകിച്ച് മലയാളം, സംസ്കൃതം, തമിഴ് 3 ഭാഷകളുടെയും അത് 3 ഭാഷ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഉള്ളതാണെങ്കിൽ പോലും അത് മലയാളത്തിലോട്ട് തന്നെ ഉള്ളതായിരിക്കണം. അതിലും അല്ലെങ്കിൽ തമിഴിൽ അങ്ങനെയുള്ള ഭാഷ കലർത്തി പ്രത്യേകിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ആ പദം മലയാളത്തിലുണ്ടാകും, മലയാളത്തിൽ. അപ്പം അങ്ങനെയുള്ള ഇത് വെച്ച് നോക്കുമ്പം ഏറ്റവും ഒന്നാമത്തെ 2ാമത്തെ കഴിവെന്ന് പറയുന്ന കൃതി കവിയാണ്. കവിത എന്നുള്ള അർത്ഥത്തിൽ, കവി എന്നുള്ള അർത്ഥത്തിൽ എഴുതി അത്. അപ്പം സർവ്വതും നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പം നോക്കുമ്പം എന്താണ് അങ്ങനെ ആ രീതിയിലുള്ള വിലയിരുത്തുകളൊന്നുമില്ല. സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവന് ഉണ്ട്, ഗുരു പറഞ്ഞിട്ടുണ്ട്, ഗുരുദേവൻ ഒരു വലിയൊരു ദേവതാന്നുള്ള അവരുടെയൊക്കെ അനുഭവം ഉള്ളതുകൊണ്ട്, അനുഗ്രഹം ഉള്ളത് കൊണ്ട് ആ രീതിയിൽ പോകുന്നു. അല്ലാതെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന തലത്തിലേക്ക് കുറച്ച് പേര് പോകുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പം ഇതെല്ലാമാണ് ഗുരു. അതിലപ്പുറത്തോട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, എല്ലാവരും തിരുത്താനും പറ്റുകയില്ല. അവിടെയാണ് പ്രശ്നം. ഏതെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഗുരുദേവൻ കൃഷി എന്നുള്ളത് പറഞ്ഞേക്കുന്ന അതിൻ്റെ അങ്ങേയറ്റം വരെ പോകാനായിട്ടുള്ള താല്പര്യമുണ്ട്. അത് പോയിട്ടുമുണ്ട്, പോകുന്നുമുണ്ട്. അതിനുള്ള അനുഗ്രഹം ഗുരുദേവൻ തരുന്നുമുണ്ട്. അതിലപ്പുറത്തോട്ട് നമുക്കൊന്നും വേണ്ട. അപ്പോൾ ആ തലത്തിൽ പറഞ്ഞതുപോലെ നമ്മൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ ശാപം കിട്ടുകയല്ല ഒരിക്കലും, ഗുരുവിൻ്റെ അനുഗ്രഹമല്ലാതെ എന്നുള്ളതിന് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വാസമുണ്ട്. എന്നാൽ വേറെ നമ്മൾ വലിയധികം ഈ ഒരു സന്യാസിക്ക് അല്ലെങ്കിൽ ആധ്യാത്മികമായ ജീവിതത്തിന് വേണ്ടുന്നതായ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പോകണമെന്നുമില്ല.
അധികാരത്തിന് വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നോ ഇങ്ങനെ വേണമെന്നുള്ളതൊന്നും ഇല്ല. പിന്നെ ഇപ്പം ഉള്ളത് എന്താണെന്നാൽ അത് അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ കാലത്ത് സമയത്ത് ചിലതൊക്കെ പറയേണ്ടതുണ്ട്. അപ്പം അത് നോക്കുമ്പോഴേ ഞാനൊരു ശ്ലോകം നേരത്തെ ഇങ്ങനെ ഓർത്തു വെച്ചിരുന്നു. രേരേ കോകില മാഭജ മൗനം കിഞ്ചിതുതഞ്ചിത പഞ്ചമരാഗം എന്നുവെച്ചാൽ ത്വാമിക കോജാനീതെ കാകകദംബ കവിഹിത ചൂത എന്നാണ് ശ്ലോകം. രേരേ കോകില മാഭജ മൗനം, അല്ലയോ കുയിലെ നീ മൗനം ഭജിക്കരുത്. കിഞ്ചിതുതഞ്ചിത പഞ്ചമരാഗം, നീ ശകലം ഒന്ന് പറഞ്ഞിട്ട് പഞ്ചമരാഗത്തിലൊന്ന് പാട്ടുപാട്. നച്ചേത് ഇല്ലെങ്കിൽ ത്വാമിക കോജാനീതെ, നീ ഇവിടെ ഉണ്ടെന്ന് ആരാ അറിയുന്നത്? കാകകദംബ കഭിഹിത ചൂതേ, അതായത് കാകന്മാർ നിറഞ്ഞിരിക്കുന്ന ചൂതമരത്തിൽ നീ ഇവിടെ ഉണ്ടെന്നുള്ളത് ആരാണ് അറിയുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ തെറ്റിനെ അനുകരിക്കാതെ തെറ്റിനെ എതിരെ പ്രതികരിക്കണം എന്നാണ്. പക്ഷെ അത് ഗുരുദേവൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അരിയപ്പുറം പ്രതിഷ്ഠയിലും അതാണ് കാണിച്ചു തന്നത്. ഒരു ആർക്കും ഒരു മോശം ഉണ്ടാകാതെ, ഒരു വഴക്കോ ബഹളമോ സമരമോ ഒന്നുമില്ലാതെ ആ പ്രശ്നം രമ്യമായിട്ട് പരിഹരിച്ചു എന്നുള്ളതാണ്. അത് പരിഹരിച്ചത് ചോദ്യത്തിൽ തന്നെ ഇപ്പോഴും അങ്ങോട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പലരും പറയുന്നു ഞാൻ ഈഴവ ശിവനെയാണ് പ്രതീക്ഷിച്ച്, ഞാൻ അല്ലാത്ത ശിവനെയാണ് പ്രതീക്ഷിച്ച്, ഇങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പം അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന ഈഴവ ശിവനെ എന്ന് പറഞ്ഞാലും ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും ആ നമ്പൂരിയുടെ ഉള്ളിൽ അവർ ഞാൻ നമ്പൂരിയാണെന്നുള്ള അഹങ്കാരത്തോടു കൂടിയാണല്ലോ വന്ന് ചോദിക്കുന്നത്, ഇത് പ്രതിഷ്ഠിക്കാനുള്ള അവകാശമുണ്ടോന്നുള്ളത്. അപ്പം ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, അതിലെന്നാ തനിക്ക് എന്നാ കാര്യം എന്നുള്ള ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഇനി ദേവന്മാരിലും ഇടയിലും ജാതി ഉണ്ടോ എന്നുള്ളൊരു സംശയത്തോടു പുള്ളി അന്തം വിഴുങ്ങി നിൽക്കുകയത്. ഇനി ഞാൻ നമ്മുടെ ശിവനെയാണെന്ന് പറഞ്ഞാലും അത് തന്നെ. നമ്മുടെ ശിവൻ എന്ന് പറഞ്ഞാൽ എടോ തൻ്റെ മാത്രമല്ല എൻ്റെയും കൂടെ ശിവനാണ്. അവിടെ അർത്ഥം ശരിയായി. ആ വാക്കിൻ്റെ പ്രയോഗത്തിലാണ്. ആരെയും ഒരു വെറുപ്പിക്കലും ഇല്ല, ഒരു വഴക്കുണ്ടാക്കലും ഇല്ല, ഒന്നുമില്ല. പക്ഷെ നമ്മളെന്ന് ആദ്യമായിട്ട് ചെല്ലുന്നു, ആദ്യമേ വഴക്കുണ്ടാക്കാനത്. അവിടെയാണ് പോരായിക. ഒരു കാണിച്ച മാർഗം, ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്തത് അത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗുരുവിൻ്റെ ആ വാക്കിൽ നിന്ന്. അത് രണ്ട് അർത്ഥത്തിലെടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ചർച്ച 88 പദയാത്രയ്ക്ക് വന്നു കഴിഞ്ഞപ്പം സ്വാഗത പ്രസംഗം പറഞ്ഞു, അതിനെ ഏറ്റുപിടിച്ച് അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞതെന്നും പറഞ്ഞിട്ട് അഭിയാൻ സ്വാമി പറഞ്ഞു. അതിന് പിന്നെ ഒരു അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞതാണ്, ഒരു പള്ളിയിലച്ഛന്. ഇങ്ങനെ രണ്ട് പറഞ്ഞാലും നിങ്ങൾ വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, ഗുരുദേവൻ ഇത്രയേ വെച്ചുള്ളൂ. അത് ഏത് രീതിയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടേതെന്ന് പറഞ്ഞാലും ഇത് ഈഴവ ശിവൻ എന്ന് പറഞ്ഞാലും നമ്മുടെ ശിവൻ എന്ന് പറഞ്ഞാലും സംഗതി ഒന്നു തന്നെ. ഗുരുദേവൻ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മളും ആ രീതിയിൽ എടുത്താൽ പോരെ, പിന്നെ ഇത് നമ്മൾ വഴക്കുണ്ടാക്കുന്നത് എന്നത് പറഞ്ഞില്ലാക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിനെയും നമ്മുടെ പ്രവൃത്തിയെയും നമ്മുടെ ലക്ഷ്യത്തെയും നമ്മുടെ കാര്യങ്ങളെയും നമ്മളൊന്ന് വിശകലനം ചെയ്യണം. ഏത് സമയത്തും ആരായാലും, ഈവൻ ഭൗതികവാദിയായാലും രാഷ്ട്രീയക്കാരനായാലും അധികാരിയായാലും സന്യാസിയായാലും ആരും ആയാലും നമ്മളൊന്ന് വിശകലനം ചെയ്ത് നമ്മുടെ ഇത്രയും നാളത്തെ പ്രവർത്തനം കൊണ്ട് എന്താ നേടി, ഇനി എന്തെല്ലാം പാളിച്ചകളുണ്ട്, അതെല്ലാം മാറ്റാൻ എത്രയുണ്ട്. നമ്മുടെ മനസ്സിലൊക്കെ ഒത്തിരി ദേഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അല്ലേ? ഒത്തിരിയുണ്ട്. അതൊക്കെ മാറ്റേണ്ട സമയമായെങ്കിൽ മാറ്റേണ്ട സമയത്തിന് നമുക്ക് മാറ്റണമെന്നുള്ള തോന്നിയാൽ പോലും അത് മാറാൻ പറ്റാത്ത പലതുമുണ്ട്. അതുകൊണ്ട് ആ ഒരു ചിന്താഗതിയോടുകൂടി നമ്മൾ ഗുരുവിനെ കാണുക, ഗുരുവിൻ്റെ വാക്കുകളെ കാണുക, അതനുസരിച്ച് ഗുരു പറഞ്ഞതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാതെ തത്തമേ പൂച്ച എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയൊരു, നമ്മൾ നോക്കിക്കഴിയുമ്പം വലിയൊരു മഹാത്മാവ്. ആ മഹാത്മാവ് നമുക്കൊക്കെ ഒരു അനുകരണീയനായ സ്വഭാവം അല്ല ഓരോ പ്രവൃത്തിയിൽ നിന്നും വാക്കിൽ നിന്നും നമ്മൾ കണ്ടെടുക്കണം. അതാണ് അതിനെ ഏത് രീതി നോക്കിയാലും അത് നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനകരമായിട്ടുള്ളതാണ്. ഈ സത്സംഗം അനന്തം, അജ്ഞാതം, അവർണ്ണനീയം ഇങ്ങനെ പറയാനേ സാധിക്കുകയുള്ളൂ. ആത്മീയത എന്ന് പറയുന്നത് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. ഇതിനപ്പുറം വേറൊന്നുമല്ല ആധ്യാത്മികത എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ച് കാണിച്ചു തന്ന സന്ദേശവും അത് തന്നെയാണ്.
ലോക ജനതയെ സ്നേഹിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഗുരുദേവൻ ചെയ്തിട്ടുള്ളൂ. ആ ഒരു അനുകമ്പ, ആ ഒരു പ്രേമം, ആ ഒരു സ്നേഹം തന്നെയാണ് ഗുരുദേവൻ്റെ ജീവിതത്തിലുടനീളം നമ്മളെ ജീവിച്ച് കാണിച്ചത്. ആ ഒരു ഗുരുദേവ ദർശനത്തെ പിന്തുടരുന്നവർ, ആ ദർശനത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയവർ വളരെ ചുരുക്കം ചിലരെ മാത്രമാണ്. അങ്ങനെയുള്ളൊരു മഹാത്മാവിനെയാണ് ഇന്ന് നമുക്ക് ഈ സത്സംഗത്തിന് ലഭിച്ചതെന്ന് പറയാൻ ഒരു മടിയുമില്ല. ഉറപ്പിച്ച് നമുക്കത് പറയാൻ സാധിക്കും. ഇത്രയും നേരം ആ സത്സംഗം കേട്ടുകൊണ്ടിരുന്ന നമ്മൾ സാധാരണ ഓരോരുത്തർക്കും അത് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും സ്വാമിജിയെ ഈ ഒരു സത്സംഗത്തിന് നമുക്ക് ലഭിച്ചത് നമ്മുടെ കോടി പുണ്യമായിട്ട് കരുതുകയാണ്. ഇനിയും ഒട്ടേറെ അങ്ങയുടെ പ്രവർത്തനങ്ങൾക്ക് ആഴമേറിയ ആ ചിന്തകളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ പാദങ്ങളിൽ കോടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മൾ മീ ടു മീ മെഡിറ്റേഷൻ ചാനലിലെ സാധകരോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? ഇതിൽ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങളും വാക്കുകളും നമ്മൾ ഒരുമിച്ച് നോക്കി എടുത്തു വെച്ചിട്ട് അതിൽ അവരവർക്ക് യോജിക്കുന്നത് എന്താണോ അത് പോരാഴികയുള്ളത് ഏത് സ്വഭാവത്തിലാണോ നമ്മുടെ അഹങ്കാരം മാറ്റി വെച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മളെല്ലാവരും നടക്കുന്നത് ഓരോരുത്തരും ഓരോ അഹങ്കാരം വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഞാനെന്ന ഭാവം വെച്ചുകൊണ്ടാണ്. അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഗുരു എന്താണ് നമുക്ക് പറഞ്ഞേക്കുന്നത്, അതിൽ പ്രവർത്തിക്കാനുള്ള ശേഷി, സമൂഹത്തോട് ഉള്ള കടപ്പാട്, അതുപോലെ തന്നെ ജീവജാലങ്ങളോടുള്ള സ്നേഹം, സർവോപരി എല്ലാത്തിനും സ്നേഹം എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഉണ്ടാവുകയും നമ്മുടെ ലക്ഷ്യം അതായിരിക്കുവാനായിട്ട് തീരുകയും നമ്മൾ കണക്കാക്കി പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ജീവരാശിയോട് മാത്രം ഈ ജീവരാശിയോടുള്ള ആ കടപ്പാട് നമുക്ക് തീർക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിലേ നമ്മുടെ ഭക്തി കൊണ്ട് ഏത് ദേവനെയാണേലും ഭക്തി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമെന്നോ അതിൻ്റെ ഫലം നമുക്ക് ഉണ്ടാവുകയും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ഓം ശാന്തി, ശാന്തി, ശാന്തി. ദൈവമേ കാത്തുകൊള്ളുകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നും തൊട്ടിനും പൊരുളോടും ഞാൻ നിന്നിടും ദൃക്കു പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതി തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയുന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും ഇന്ന് ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ
രഹസ്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതുമൊഴിയും ഓർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങോ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധോ ജയിക്കുക